കാന ഇദാ ഹസബഹു അംറുൻ ഫസിഅ ഇലസ്സലാഹ്. ഹബീബായ നബി തങ്ങൾക്ക് ഒരു പ്രയാസം വരുമ്പോൾ നിസ്കരിക്കാൻ ഒരുങ്ങുകയാണ് ഹബീബ് ചെയ്യുക. കുസൂഫിന്റെയും ഖുസൂഫിന്റെയും, സൂര്യഗ്രഹണം നടക്കുമ്പോ ചന്ദ്രഗ്രഹണം നടക്കുമ്പോ നിസ്കാരമുണ്ട്. സ്വലാത്തുൽ കുസൂഫ്, സ്വലാത്തുൽ ഖുസൂഫ്. മഴ കിട്ടാതെ വന്നാൽ സ്വലാത്തുൽ ഇസ്തിസ്ഖാ. യുദ്ധം നടക്കുമ്പോ 10ഓളം യുദ്ധങ്ങളിൽ ഹബീബായ നബി തങ്ങളും സ്വഹാബിമാരും എനർജൈസ് ചെയ്യുന്ന എനർജൈസറാണ് നിസ്കാരം. അതാണ് നമ്മുടെ ഊർജം. ശത്രുക്കൾ മുമ്പിൽ വാളുമായി അമ്പുമായി കുന്തവുമായി മുഖാമുഖം നിൽക്കുമ്പോ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാമായി, ബാക്കിൽ സ്വഹാബിമാർ 2 സഫായിട്ട് നിസ്കരിക്കും. ആദ്യത്തെ സഫ് സുജൂദിലേക്ക് പോകുമ്പോ ബാക്കിലെ സഫ് സുജൂദിൽ പോകാതെ നിൽക്കും, അവിടെ കാവൽക്കാരെ പോലെ. പക്ഷെ അവര് നിസ്കാരത്തിലാണ്, അവരാർക്കും കൈ ഉയർത്താൻ കഴിയില്ല. ഹബീബിന്റെ കൂടെ അവർ നിസ്കരിക്കുന്നു. എപ്പോ? ശത്രുക്കൾ മുമ്പിൽ വെടിവെക്കാൻ നിൽക്കുകയാണ്, അവർ അമ്പെയ്യാൻ നിൽക്കുന്നു, വാളുകൊണ്ട് യുദ്ധം തുടങ്ങാനിരിക്കുന്നു. 10 യുദ്ധങ്ങളിൽ ഹബീബായ നബി തങ്ങൾ സ്വലാത്തുൽ ഖൗഫ് നിർവഹിച്ചിട്ടുണ്ടെന്നാണ് ചരിത്രം. 10 യുദ്ധങ്ങളിൽ ഹബീബായ നബി തങ്ങൾ ആ നിർവഹിച്ച നിസ്കാരത്തിന്റെ ആ ഒരു ഗൗരവം ആലോചിച്ചു നോക്കൂ. നമുക്ക് സുബ്ഹി കിട്ടുന്നില്ല, ജുമുഅക്ക് അവസാനം ഇമാമിന്റെ 2ാമത്തെ റുക്ഉ കിട്ടിയാൽ ഫഖദ് അദ്റകൽ ജുമുഅ എന്ന് വിചാരിച്ച് ഓടുകയാണ്. മുസല്ല പിടിച്ചിട്ട് എവിടെയെങ്കിലും പള്ളിയുടെ മൂലയിലോ മുറ്റത്തോ ഇരുന്ന് എഴുന്നേറ്റ് പോരുന്നു. ഒരാഴ്ചത്തേക്ക് അള്ളാഹു നമ്മളെ വിളിച്ച ഒരു ജുമുഅക്ക് നമുക്ക് നേരമില്ല. 5 നേരത്തെ നിസ്കാരങ്ങൾ നമുക്ക് ഭാരമാകുന്നു. കയറിറങ്ങുമ്പോഴേക്കും എന്തോ ഒരു തടസ്സം പോലെ. എവിടെയാണ് ഇതിന്റെ ആനന്ദം? നമുക്ക് നഷ്ടപ്പെടുന്നു പ്രാർത്ഥനയുടെ മധുരം. ഇതൊരു മധുരമാണ്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പുതിയാപ്പിള ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് ദീർഘമായ നിസ്കാരം നടത്തുമ്പോൾ ആളുകൾ അത്ഭുതപ്പെടുമായിരുന്നു. ഉസ്മാനേ, യാ മൻ തസ്തഹീ മിൻഹു മലായികത്തുർ റഹ്മാൻ, കാരുണ്യവാനായ അള്ളാഹുവിന്റെ മാലാഖമാര് പോലും നാണിച്ചു പോകുന്ന ഹയാ ഉള്ള ഉസ്മാനെ, എങ്ങനെ നിങ്ങൾക്കത് സാധ്യമാകുന്നു എന്ന് ചോദിച്ചപ്പോ വല്ലാഹി ലൗ തഹുറത് ഖുലൂബുനാ മാ ശബിഅനാ മിൻ കലാമില്ലാഹ്. ഇത് വല്ലാതെ ചിന്തിപ്പിക്കേണ്ട ഒരു മറുപടിയാണ്. നമുക്കൊരു ഖുർആൻ ഓതണമെങ്കിൽ റമദാനാകണം, ഒരു ഖതം തീർക്കണമെങ്കിൽ, ഖുർആൻ കാണണമെങ്കിൽ, ഖുർആൻ ഓതണമെങ്കിൽ, ഒരു യാസീനോ തബാറക്കയോ അൽ കഹ്ഫ് ഓതിക്കഴിഞ്ഞാൽ ആയോ? അള്ളാഹുവിന്റെ വചനങ്ങൾ തീർന്നോ? 6236 വിശുദ്ധ വചനങ്ങൾ അള്ളാഹുവിന്റെ കലാമിൽ നമ്മൾ എത്ര ഓതുന്നുണ്ട്? റമദാൻ അല്ലാത്ത സമയങ്ങളിൽ, റമദാനിൽ പോലും അതിന് സാധ്യമല്ലെങ്കിൽ യാ വൈലതാ, ഇതിലും വലിയ നഷ്ടമുണ്ടോ? അള്ളാഹു നമുക്ക് അവന്റെ വചനങ്ങളുടെ മധുരമറിയാൻ തൗഫീഖ് നൽകട്ടെ. ഉസ്മാൻ തങ്ങളുടെ മറുപടി, ലൗ തഹുറത് ഖുലൂബുനാ, നമ്മുടെ ഹൃദയം ശുദ്ധമായിരുന്നുവെങ്കിൽ, മാ ശബിഅത് മിൻ കലാമില്ലാഹ്, അള്ളാഹുവിന്റെ വചനം ഓതുവാനോ കേൾക്കുവാനോ നിസ്കാരത്തിൽ ചൊല്ലുവാനോ നമ്മുടെ ഹൃദയം ശുദ്ധമായിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ വചനം നമുക്ക് മടുക്കില്ലായിരുന്നു. അപ്പൊ എന്താ മടുപ്പ് വന്നത്? ഖൽബിലൊക്കെ വേറെ പലതും കയറിക്കൂടിയിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ചിന്ത പലതുമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആണ് പറയുന്നത്, ഒരു ഇമാമിന്റെ കീഴിൽ നിൽക്കുമ്പോൾ തൊട്ടരികത്തിരിക്കുന്ന ആളിന്റെ നിസ്കാരം അള്ളാഹു സ്വീകരിച്ചിരിക്കാം, ഇപ്പുറത്തുള്ളവന്റെ നിസ്കാരം അള്ളാഹു സ്വീകരിച്ചില്ലെന്ന് വരും. സുബ്ഹാനല്ലാഹ്, ആ പ്രാർത്ഥനയുടെ നിസ്കാരത്തിൽ എന്ന് പറയുന്ന നമ്മുടെ നൃത്തവും, ആ ഓരോ നൃത്തത്തിലും നമ്മുടെ അനക്കത്തിലുമുള്ള നമ്മുടെ ദിക്റുകൾ, ആ പൊസിഷൻ, ഇതൊക്കെ ഭയങ്കരമാണ്. ഞാനതിൻ്റെ സയൻസ് പറയില്ല, അത് പറഞ്ഞാൽ ചിലപ്പോൾ നിസ്കരിക്കാൻ ആവേശം കൂടിയെന്ന് വരും, പിന്നെ ഇഖ്ലാസ് നഷ്ടപ്പെടേണ്ട, ആ വഴിക്കേ പോകുന്നില്ല. അതിൻ്റെ സൈക്കോളജി, ഇതിൽ കിട്ടുന്ന നമ്മുടെ മനസ്സിന് കിട്ടുന്ന മാനസികമായ ഉല്ലാസം, ശാരീരികമായി കിട്ടുന്ന ഉത്തേജനം, ഇതൊക്കെ അവിടെ ഇരിക്കട്ടെ. നമുക്ക് ആത്മീയമായത് മാത്രമേ നോക്കേണ്ടതുള്ളൂ, ബാക്കിയൊക്കെ താബിഅൻ, അതൊക്കെ അത് ശേഷം വരാണെങ്കിൽ വന്നോട്ടെ. നമ്മുടെ ലക്ഷ്യം ആത്മീയമാണ്. അങ്ങനെയാണ്. സുബ്ഹാനല്ലാഹ്, ഇരുന്ന് വെള്ളം കുടിച്ചാൽ നല്ലതാന്ന് സയൻസ് പറയും. എന്നാ പിന്നെ ഇരുന്നിട്ട് അത് സുന്നത്താണ്. ഔവലൻ വ ആഖിറൻ, അത് സുന്നത്താണ്, അത് ചെയ്യാം. പിന്നെ ബാക്കി അതിന്റെ ഗുണം വരട്ടെ, വരാണ്ടിരിക്കട്ടെ. മുസ്ലിം മുഅ്മിൻ അങ്ങനെയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കിടാങ്ങളിൽ മഹാനായ ഹുസൈൻ എന്നവരുടെ മകനുണ്ട്, അലി തങ്ങളുടെ മകൻ ഹുസൈൻ എന്നവര്, അവരുടെ മകന്റെ പേര് അലിയാണ് റളിയല്ലാഹു അൻഹുമാ അജ്മഈൻ.
അലി ഇബ്നുൽ ഹുസൈൻ ഇബ്നു അലി ഇബ്നു അബി ത്വാലിബ്, മഹാനായ അലി ഇബ്നുൽ ഹുസൈൻ എന്നവരെ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വീടിന് തീ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ചരിത്രം നമ്മൾ പറയുമ്പോൾ അത്ഭുതപ്പെടുകയാണ്. നമ്മളൊരു കൊതുകടിച്ചറിഞ്ഞു അല്ലേ? ഒരു ഫോൺ റിങ് ചെയ്ത് വൈബ്രേഷൻ ആയാൽ പടച്ചോനെ ആരാ വിളിച്ചിട്ടുണ്ടാവുക? കസ്റ്റമർ ആവോ, ഇന്നാളാവോ, അതാവോ? വീടിന് തീ പിടിച്ചപ്പോ മഹാനായ ഹുസൈൻ ഇബ്നു അലി തങ്ങൾ നിസ്കാരത്തിൽ സുജൂദിലാണ്. ജനങ്ങളെല്ലാവരും ഉറക്കെ വിളിച്ചു പറയാൻ തുടങ്ങി, യബ്ന റസൂലില്ലാഹ് അന്നാർ അന്നാർ, യബ്ന റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയെ, തങ്ങളെ തീ പിടിച്ചിട്ടുണ്ട്, ഓടി രക്ഷപ്പെട്ടോളൂ. ഫയർ ഇവാക്യുവേഷൻ ഏതൊരു മോഡേൺ നഗരത്തിൻ്റെയും പ്രത്യേകത ഫയർ സേഫ്റ്റി ബിൽഡിങ്ങുകൾക്ക് ഉണ്ടാവും അല്ലേ? നമ്മളൊക്കെ സ്കൂളുകളിൽ, ഗൾഫ് നാട് ഇവിടെ ഉണ്ടായിരിക്കാം, ഒരു മിനിമം ഒരു 3 മാസത്തിൽ ഒരിക്കലെങ്കിലും ഫയർ ഇവാക്യുവേഷൻ ട്രെയിനിങ്, ഒരു ട്രയൽ റണ്ണിങ്, വെറുതെ ഒരു ബെല്ലടിപ്പിച്ചിട്ടെങ്കിലും ഫയർ ഉണ്ടായാൽ എങ്ങനെ എസ്കേപ്പ് ചെയ്യണമെന്ന് മക്കളെ പഠിപ്പിക്കും. തീ പിടിച്ചാൽ അതിനപ്പുറം വേറെ വിഷയമില്ലല്ലോ, ഓടി രക്ഷപ്പെടണ്ടേ, അത് ഓടാനുള്ള വഴി. പിന്നെ ജീവനെ പേടിയുള്ള ആളുകൾ അല്ലേ? വലതജിദന്നഹും അഹറസന്നാസി അലാ ഹയാ. സുബ്ഹാനല്ലാഹ്. അൽ ഹരീഖ് യബ്ന റസൂലില്ലാഹി അന്നാർ, റസൂലുള്ളാഹിന്റെ മോനെ, പേരക്കുട്ടി ഹുസൈൻ ഇബ്നു അലി ഇബ്നു ഹുസൈൻ എന്നവരെ തീ പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ സുജൂദിൽ നിന്ന് തല ഉയർത്താതെ സുജൂദിൽ കിടന്ന് തീ അണഞ്ഞു കഴിഞ്ഞപ്പോൾ ആളുകൾ ചോദിച്ചു, മല്ലദീ അൽഹാക അൻഹാ, എന്തേ നിങ്ങള് ഓടാതിരുന്നത്? എല്ലാരും ഓടിയത്, നിങ്ങൾ എന്തേ ഓടാതിരുന്നത്? അൽഹാനി അന്നാറുൽ ഉഖ്റാ, മറ്റേ തീയിനെ കുറിച്ച് ഞാൻ ആലോചിച്ചതാണ്, പിന്നെ എനിക്ക് ഓടാൻ തോന്നിയില്ല. സുബ്ഹാനല്ലാഹ്, അതൊരു മറുപടിയാണ്. ഞാൻ തമാശയിൽ പറയാറുണ്ട്, നിസ്കരിക്കുമ്പോൾ മൊബൈൽ ഫോണൊക്കെ അല്ല ഐഫോൺ എക്സ് ഒക്കെ മുമ്പിൽ മുസല്ലിട്ടിട്ട് അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുന്ന ആൾക്കാരെ, ആ ഫോൺ എടുത്തെടുത്ത് ഓടിയവൻ പിന്നാലെ ഓടൂലേ? ആ തക്ബീറിന് അത്രയ്ക്കല്ലേ ഉറപ്പുണ്ടാവുള്ളൂ. സുബ്ഹാനല്ലാഹ്. എന്നാൽ പിന്നെ ഇടേണ്ട ആവശ്യമില്ലല്ലോ. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ചെരുപ്പൂരി വരുന്നത്. പെരുന്നാക്കൊക്കെ പുതിയ ചെരുപ്പിട്ട് പള്ളിക്ക് വരുമ്പോഴേ എല്ലാ തവക്കലിൻ്റെ റബ്ബേ തിരിച്ചു വരുമ്പോൾ പള്ളിയിൽ ഹുത്തുബ ഓതുന്ന ഉസ്താദിൻ്റെ ചെരുപ്പ് വരെ കട്ടുകൊണ്ടുപോകണം. അപ്പം നമ്മളെ തവക്കുലാക്കിയ ചെരുപ്പൊക്കെ അവിടെ വെച്ച് പോരുന്നുണ്ട്. അത്ര തവക്കുലാക്കി പേഴ്സ് അവിടെ വെച്ച് പോരും, നമ്മൾ പോരുന്നുണ്ടോ? അപ്പോൾ അതൊക്കെ സംഭവം വലിയ വ്യത്യാസമുണ്ട്, നമ്മൾ ചെയ്ത് കൂട്ടുന്നതും കാട്ടിക്കൂട്ടുന്നതും ഒക്കെ. അങ്ങനെ പേഴ്സ് അയച്ചു പോരെന്നല്ല ഞാൻ പറഞ്ഞതേ, അതിലൊക്കെ ഒരു ആശയം ഉൾക്കൊള്ളുന്നുണ്ട്. നമ്മളുടെയൊക്കെ മനസ്സിൻ്റെ ഉറപ്പ്. പുതിയ വണ്ടിയാണെങ്കിൽ പിന്നെ ദിക്റൊന്നുമില്ല, പൊട്ടിപ്പൊളിഞ്ഞ പഴയ 980 മോഡലാണെങ്കിൽ യാസീൻ ഓതിട്ടാ പിന്നെ പോവുക. അപ്പം നമ്മളൊരു ഭൗതികതയിലേക്ക് നമ്മുടെ മനസ്സിനൊരു ചാഞ്ചാട്ടമുണ്ട് സ്വാഭാവികമായി. ഇങ്ങനെയാണ്, അത് പാടില്ലെന്നാണ്. അസ്ബാബുകളൊക്കെ അള്ളാഹുവിൻ്റെ സംവിധാനമാണ്, പക്ഷേ പ്രാർത്ഥന അതുമായി ബന്ധിക്കേണ്ടതില്ല. സുബ്ഹാനല്ലാഹ്. ഏത് നേരവും എപ്പോഴും അൽഹാനി അന്നാറുൽ ഉഖ്റാ, മറ്റേ ആ നരകത്തിന്റെ തീയാണ് ഞാൻ ഓർത്തുപോയത്, അതുകൊണ്ട് എനിക്ക് തലയുയർത്താൻ കഴിഞ്ഞില്ലെന്ന് മഹാനായ അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. അല്ലാഹുവേ, നമുക്കൊക്കെ അങ്ങനെ ഒരു നിസ്കാരത്തിന്റെ ആനന്ദം നൽകണേ തമ്പുരാനെ. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു സയ്യിദുൽ ഉലമാഇ വഖായിദുഹും ഇലൽ ജന്നഹ്, പണ്ഡിതന്മാരെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്ന പണ്ഡിതന്മാരുടെ നേതാവാണെന്ന് ഹബീബ് പറഞ്ഞ സ്വഹാബിയാണ് 34 വയസ്സിൽ വഫാത്തായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. യസ്ബിഖുൽ ഉലമാ ഇലൽ ജന്നത്തി ബിറത്വത്തി ഹജരിൻ എന്ന് പരിശുദ്ധ ഹബീബ് പറഞ്ഞ സ്വഹാബി. നിസ്കാരത്തിലെ മനുഷ്യന്റെ അലംഭാവം, എന്നാൽ അതിൽ കാണിക്കേണ്ട ആ മധുരമറിയേണ്ട വിധം നമ്മുടെ മനസ്സിനെ ക്രമീകരിക്കാൻ വേണ്ടി മഹാനായ മുആദ് എന്നവർ പറഞ്ഞൊരു ഉപദേശമുണ്ട്. അതൊരു വല്ലാത്ത ഉപദേശമാണ്. മൻ അറഫ മൻ അലാ യമീനിഹി വമൻ അലാ ശിമാലിഹി വഹുവ ഫിസ്വലാത്തി മുതഅമ്മിദൻ ഫലാ സ്വലാത ലഹ്. നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മുടെ വലതുഭാഗത്തോ ഇടതുഭാഗത്തോ നിൽക്കുന്ന ആളുകളെ മനഃപൂർവ്വം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ആരാ എൻ്റെ വലതുഭാഗത്തുള്ളത്, ആരാ എൻ്റെ ഇടതുഭാഗത്തുള്ളത്? നമ്മൾ ഒറ്റക്കായിരുന്നു, ഇപ്പുറത്തൊരാളെ വന്ന് ചേർന്നു, ആ ചേർന്ന് വന്ന ആൾ ആരാണ്? ഇത് മനഃപൂർവ്വം നമ്മൾ നമ്മുടെ സൈഡിലുള്ള ആളുകളെ കുറിച്ച് ചിന്തിച്ചു പോവുകയാണെങ്കിൽ ഫലാ സ്വലാത ലഹ്, ആ നിസ്കാരത്തിന് അള്ളാഹിന്റെ അടുത്ത് കൂലിയില്ല എന്ന് മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. അപ്പോൾ നമ്മളൊക്കെ ഒന്ന് അഴിച്ചുപണി ചെയ്യേണ്ടി വരും. സുബ്ഹാനല്ലാഹ്.
അതിലൊരു യോഗാഭ്യാസത്തിനൊക്കെ എന്താ കോൺസെൻട്രേഷൻ എന്ന് ആ കാലും മടക്കിയുള്ള ഇരുത്തൊക്കെ ഇരിക്കണ കണ്ടാൽ സുബ്ഹാനല്ലാഹ്. ട്രെയിനർ പറയാം 1/2 മണിക്കൂർ ഈ നൃത്തം നിൽക്കണേ, കണ്ണു പൂട്ടിയിട്ട് അവിടെ ഇരിക്കും 1/2 മണിക്കൂർ, ഒരു ചിന്തയും വരൂല. നിസ്കാരത്തിൽ ഇരുന്ന് നോക്കി എന്തൊക്കെ കഥ വരും, എന്തൊക്കെ. അബൂ ഹനീഫ തങ്ങളുടെ കഥ പണ്ട് ചരിത്രം പറയാറുണ്ട്, നമ്മളൊരിക്കൽ അനുസ്മരിച്ചതാണ്. എന്നാലും അബൂ ഹനീഫ തങ്ങളോട് ഒരാൾ വന്ന് പരാതി പറയാണ്, ഇമാമേ, ഞാൻ എൻ്റെ കാശ് ഭൂമിയിൽ എവിടെയോ കുഴിച്ചിട്ടിരുന്നു. പണ്ട് നിധികളാണല്ലോ, ആ കുഴിച്ചിട്ട സ്ഥലം മറന്നുപോയി, ഒരു പരിഹാരം. മഹാനവറുകൾ പറഞ്ഞു, ഇതൊന്നും ഫിഖ്ഹുമായി ബന്ധപ്പെട്ട വിഷയമല്ല, കർമ്മശാസ്ത്ര പണ്ഡിതന മഹാനായ അൽ ഇമാമുൽ ആദം അല്ലേ. പക്ഷെ മഹാൻ പറഞ്ഞു, എന്നാലും റസൂലുള്ളാഹി തങ്ങൾ ഇദാ ഫസഅഹു അംറുൻ ഹസബ ഇല സ്വലാഹ് അല്ലേ, ഇദാ ഹസബഹു അംറുൻ ഫസഅ ഇല സ്വലാഹ്, ഹബീബായ തങ്ങൾക്കൊരു പ്രയാസം വന്നാൽ നബി നിസ്കരിക്കാറ്. അന്നീ പോയിട്ട് 4 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്ന രാത്രി 2ാമത്തെ റക്അത്തിൽ ഇവന് ഓർമ്മ വന്നു എന്നാ, അപ്പോഴും കൈയഴിച്ചു ഓടിയെന്ന. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇമാമിനോട് ചെന്ന് പറഞ്ഞു, സമാധാനം സന്തോഷം അങ്ങനെ ഉണ്ടാവില്ല, പറഞ്ഞ് നടന്നു. ഇമാം പറഞ്ഞു, എനിക്കറിയാമായിരുന്നടോ, ജന്മത്തിൽ തഹജ്ജുദ് നിസ്കരിക്കാത്ത നിന്നെ അതിൻ്റെ മധുരം അറിഞ്ഞാൽ നീ നിർത്തൂലെന്ന് ഇബ്ലീസിനറിയാം, അതുകൊണ്ട് അവൻ വന്ന് ഓർമ്മിപ്പിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. സുബ്ഹാനല്ലാഹ്. പറഞ്ഞ പോലെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആലിമും മിൻ ഉലമാഇ സ്വഹാബ, മഹാനായ അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ സ്വഹാബിയും മഹാനായ റബീഉ ഇബ്നു ഖുസൈം തങ്ങളെ പോലെയുള്ള പ്രഗൽഭരായ താബിഈങ്ങളുടെ ഉസ്താദുമായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു, മാ ദുംത ഫീ സ്വലാത്തിൻ ഫഅൻത തഖറഉ ബാബൽ മലിക്, പ്രാർത്ഥനാ നിബദ്ധമായ മനസ്സുമായി നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് അല്ലാഹു അക്ബർ, തക്ബീറിന്റെ പ്രത്യേകത അല്ലാഹു അക്ബർ, നമ്മുടെ അല്ലാഹുവേ നീയാണ് വലിയവൻ, ബാക്കിയൊക്കെ ബാക്കിലാണ്, ഈ തട്ടാണ് നമ്മൾ അല്ലാഹു അക്ബർ. തട്ടണം എന്നല്ല പറയണത് കേട്ടോ, അതിൽ അങ്ങനെ ഒരു ആശയമുണ്ട് എന്ന് മഹാന്മാർ പറയും. അതിൻ്റെ ഒരു സിർ അതാണ്, അല്ലാഹു അക്ബർ, റബ്ബേ നീ വലുതാണ്, നീ അല്ലാത്തതൊക്കെ ചെറുതാണ്. അങ്ങനെ പിന്നെ നമ്മൾ നെഞ്ചിലേക്ക് ചേർത്ത് വെക്കുന്നത്. നമ്മളെങ്ങാനും അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പ്രാർത്ഥനയിൽ കയറുമ്പോൾ തഖറഉ ബാബൽ മലികി, രാജാവിന്റെ അള്ളാഹുവിന്റെ രാജാധികാരത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹുവിന്റെ കൊട്ടാരവാതിലാണ് നമ്മൾ മുട്ടുന്നത്. വമൻ ഖറഅൽ ബാബ യുഫ്തഹു ലഹു, ആ വാതിൽ മുട്ടുന്നവർക്ക് തുറക്കപ്പെടും എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻ. രാജാവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കുന്നുണ്ടോ? നമ്മുടെ വീട്ടിലാവട്ടെ, മസ്ജിദിലാവട്ടെ, എവിടെയാവട്ടെ. അതുകൊണ്ടാണ് അലക്സിസ് കാർലൽ എന്ന് പറയുന്ന ദ അൺനോൺ എന്ന പ്രശസ്തമായ പുസ്തകം എഴുതിയ ആളാണ്. അദ്ദേഹം പറഞ്ഞു, I haven't seen anything in medicine more powerful than prayer. അദ്ദേഹം ഒരു മുസ്ലിം ഒന്നുമല്ല, പക്ഷെ അദ്ദേഹം പറയാ, എത്രയോ രോഗികൾക്ക് മരുന്ന് കൊടുത്ത് ശിഫയാവാത്ത രോഗികൾ പ്രാർത്ഥന കൊണ്ട് ശിഫയായിട്ടുണ്ട്. അദ്ദേഹം പറയാം, പ്രാർത്ഥനയോളം പവർഫുള്ളായ ഒരു മെഡിസിൻ ഞാൻ കണ്ടിട്ടില്ല എന്ന്. അലക്സിസ് കാർലൈൽ, അദ്ദേഹം മുസ്ലിം അല്ല, പക്ഷെ പ്രാർത്ഥനയ്ക്കൊരു കരുത്തുണ്ടെന്നാണ്. ശബ്ദം കൊണ്ട് ചികിത്സയുണ്ട്. ചെറിയൊരു ഭാഗം ഞങ്ങൾ ഇന്ന് വൈകുന്നേരം ഒരു പരിപാടിക്ക് സംസാരിച്ചിരുന്നു. ആൽഫ്രഡ് ടൊമാറ്റിസ് ആണത് കൊണ്ടുവന്നത്. ലോകത്താദ്യമായി സൗണ്ട് ഹീലിംഗ്, ശബ്ദം കൊണ്ട് ചികിത്സിക്കാൻ പറ്റും. ഏത് രോഗിക്കും ശരീരത്തിന് പ്രതിരോധം, ഇമ്മ്യൂണിറ്റി നഷ്ടപ്പെട്ടാൽ പ്രകൃതിദത്തമായ ശബ്ദം, നല്ല ശബ്ദം, അവര് ചിലപ്പം ചില മ്യൂസിക് കൊടുക്കും. നമ്മുടെ ഡോക്യുമെൻ്ററി പ്ലേ ചെയ്തു, ആ മ്യൂസിക്കും പാട്ടൊക്കെ മുട്ടൊക്കെ ഒന്ന് ഒഴിവാക്കണേ ഇൻഷാ അല്ലാഹ്. അത് ശരിയായിട്ടില്ല, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വളരെ റാഹത്താണ്, പക്ഷെ അതും കൂടെ അതിൻ്റെ ആളുകളൊന്ന് ശ്രദ്ധിക്കണം ഇൻഷാ അല്ലാഹ്. പ്രകൃതിദത്തമായ ശബ്ദം, അതായത് സസ്യലതാദികൾക്കിടയിലൂടെ കാറ്റിൻ്റെ ശബ്ദം, പക്ഷികളുടെ കളകൂജനം, അരുവികളുടെ മനോഹരമായ ശബ്ദം. അതൊക്കെ പറയണ ഓണംപള്ളി ഉസ്താദിനെ വേണം അതിൻ്റെ ഒറിജിനൽ മലയാളം കിട്ടണമെങ്കിൽ. എനിക്ക് എന്താ പറയലെന്ന് അറിയില്ല. വളരെ മനോഹരമാണ്. എനിക്ക് പുകഴ്ത്തി പറയാ എന്ന് തോന്നുന്നു. മലയാള ഭാഷയുടെ ഒരു ഭംഗി ഒന്ന് സമദാനി സാഹിബിൻ്റെയും ഓണംപള്ളി ഉസ്താദിൻ്റെയും ആ സംസാരം കേട്ടാൽ സുബ്ഹാനല്ലാഹ്, നമ്മുടെ ഈ സ്വന്തം ഭാഷയ്ക്ക് ഇത്ര മധുരമുണ്ടോ? അതും വേദ പറയുമ്പോഴും നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോഴും അല്ലേ, ഒരു കവിതാലാപനമൊന്നും അല്ലല്ലോ, പക്ഷെ വളരെ വടിവത്ത ഭാഷ. മാഷാ അല്ലാഹ്. സംസ്കൃതത്തിൽ PG എടുത്തൊരു മഹാനാണ് ഓണംപള്ളി ഫൈസി ഉസ്താദ് അവറുകൾ
അൽഹംദുലില്ലാഹ്, അതൊക്കെ നമുക്കൊരു വലിയ തൗഫീഖാണ്. സമസ്തയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ട് സേവനം ചെയ്യാൻ അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. വളരെ മനോഹരമായ പ്രകൃതിയിലെ ശബ്ദം, ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് ഒരു രോഗിയെ കേൾപ്പിച്ചാൽ ആ രോഗിക്ക് രോഗം ശിഫയാകുന്നുണ്ട്. ഇപ്പം നമ്മൾ ആലോചിക്കുക, ഇതൊക്കെ എന്ത് മണ്ടത്തരം പറയണം തോന്നിപ്പോകും. ഇത് ലോകത്ത് കാശ് കൊടുത്ത് ചെയ്യുന്ന ചികിത്സയാണ്. സൗണ്ട് ഹീലിംഗ് എന്നാ പറയാം. അൽ ഇലാജു ബിസ്സൗത്ത്, ശബ്ദം കൊണ്ടുള്ള ചികിത്സ. وَنُنَزِّلُ مِنَ الْقُرْآنِ مَا هُوَ شِفَاءٌ وَرَحْمَةٌ لِّلْمُؤْمِنِينَ وَلَا يَزِيدُ الظَّالِمِينَ إِلَّا خَسَارًا. ഡോക്ടർമാരോടൊക്കെ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനൊരു ചികിത്സ ചെയ്ത് നോക്കുകയാണ്, നിങ്ങൾ സമ്മതിക്കണം, കുഴപ്പമൊന്നുമില്ല എന്ന്. റൂമിൽ ദൈവത്തിൻ്റെ നാട്ടിലേക്ക് വന്നു. ഇപ്പം എന്താ കഥ എന്ന് എനിക്കറിയില്ല, കല്യാണം കഴിഞ്ഞോ കഴിയാനിരിക്കുക അങ്ങനെ എന്തൊക്കെയോ വലിയൊരു വിഷമമുള്ളൊരു ചെറുപ്പക്കാരനാണ്. അല്ലാഹു യുനാനി കൊണ്ട് മാറിയെന്നവരും, അല്ലെങ്കിൽ വല്ല നാടൻ മരുന്ന് കൊണ്ട് മാറിയെന്നവരും, അല്ലെങ്കിൽ റുഖിയ കൊണ്ട് മാറിയെന്നവരും. ഖുർആൻ എന്തായാലും ചികിത്സിക്കണം, ബാക്കി ഡോക്ടറെ കണ്ടോളൂ, അതിന് കുഴപ്പമില്ല. തദാവോ യാ ഇബാദല്ലാഹ്, അള്ളാഹിന്റെ പടപ്പുകളെ, അള്ളാഹുവേ എനിക്ക് അനുഭവിക്കുന്ന പ്രയാസവും വേദനയും നിന്റെ പരിശുദ്ധമായ വേദനയുള്ള ഭാഗത്ത് കൈവച്ചിട്ട് അസ്അലുല്ലാഹൽ അദീം റബ്ബൽ അർശിൽ അദീം അൻ യശ്ഫിയക് 7 പ്രാവശ്യം പറഞ്ഞാൽ അള്ളാഹു ശിഫ വിധിച്ചിട്ടുണ്ടെങ്കിൽ ആ രോഗിക്ക് അതുകൊണ്ട് ശിഫ കിട്ടും, ഉറപ്പാണെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഹാദാ മുജറബ്, സ്വഹാബികൾ പറയാൻ ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞവരാണിത്. നമ്മൾ ഡോക്ടറെ കണ്ടോളൂ, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ പ്രാർത്ഥനയുടെ ഒരു മഹത്വം അവിടെ മറന്നു പോകല്ലേ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെടട്ടെ. നമ്മുടെ ഒരു രോഗി തന്നെ ഓതലാണ് ഏറ്റവും നല്ലത്. അത് കഴിയില്ലെങ്കിൽ ഒരാൾ ഓതി കൊടുക്കുക, ഇല്ലേ ഒരു MP3 പ്ലേ ചെയ്യുക, റെക്കോർഡ് ചെയ്തത് കേട്ടോട്ടെ, എന്നാലും കുഴപ്പമില്ല. وَنُنَزِّلُ مِنَ الْقُرْآنِ مَا هُوَ شِفَاءٌ وَرَحْمَةٌ لِّلْمُؤْمِنِينَ وَلَا يَزِيدُ الظَّالِمِينَ إِلَّا خَسَارًا. അള്ളാഹുവിന്റെ മുമ്പിലേക്ക് നിൽക്കുന്ന നൃത്തമാണത്. സ്രഷ്ടാവായ അള്ളാഹുവിന്റെ മുമ്പിൽ അവൻ നൽകിയ അംഗവിക്ഷേപങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ വിനയാന്യുതനായ അള്ളാഹുവേ, ഞാൻ നിന്റെ മുമ്പിൽ അള്ളാഹു അക്ബർ, റബ്ബേ നീയല്ലാത്ത മറ്റെല്ലാം ചെറുതാണ്, നീ മാത്രം വലുതാണ്, ഏറ്റവും വലിയവനാണ്, അള്ളാഹു അക്ബർ. നിസ്കാരത്തിൽ മാത്രമാണ് അള്ളാഹു അക്ബർ എന്ന് പറയാം. അള്ളാഹുവിന്റെ പേരിൽ അക്ബർ ഇല്ല. അള്ളാഹുവിന്റെ പേര് കബീറാൻ, കാരണം ബാക്കിയൊക്കെ ചെറുതാണ്, അള്ളാഹുവാണ് വലുത്. ഏറ്റവും വലുതെന്ന് പറയുന്നത് അള്ളാഹുവേ. ഈ ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ, ജോലികൾ ചെയ്തു തീർക്കാനുള്ള ആളുകളാണ് നമ്മളൊക്കെ. പക്ഷേ ആ ജോലികളെക്കാളൊക്കെ വലുത് അള്ളാഹുവേ നിന്റെ വിഷയമാണ്. അതാണ് നമ്മൾ അക്ബർ എന്ന പ്രയോഗം. അത് കമ്പാരിറ്റീവ് സൂപ്പർലറ്റീവ് പ്രയോഗമല്ലേ, അഫ്ളലു തഫ്ളീൽ എന്നല്ലേ പറയാ. അല്ലാഹു അക്ബർ, റബ്ബേ നിന്റെ വിഷയം ഏറ്റവും വലുതാണ്. നമുക്ക് അങ്ങനെ തോന്നാറുണ്ടോ? നമുക്ക് അങ്ങനെ തോന്നാറുണ്ടോ അള്ളാഹിന്റെ വിഷയം ഏറ്റവും വലുതാണെന്ന്? മഹാനായ നൂറുദ്ദീൻ മഹ്മൂദ് സങ്കി റഹ്മത്തുള്ളാഹി അലൈഹി ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനത്തിന് വേണ്ടി പടപൊരുതുമ്പോൾ മഹാനായ നൂറുദ്ദീൻ മഹ്മൂദ് സങ്കിക്ക് അത് സാധ്യമാകാതെ ആ മഹാനുഭാവൻ ഏൽപ്പിച്ച ആ ഉത്തരവാദിത്വം തുർക്കിക്കാരനായിരുന്ന മഹാനായ അലബ് അർസലാൻ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ആ ദൗത്യമേറ്റെടുത്ത് 12,000 സൈന്യവുമായി 3.5 ലക്ഷം വരുന്ന സൈന്യത്തോട് അദ്ദേഹം അർമീനിയയുടെ ഭാഗത്ത് പടപൊരുതുമ്പോ മഹാനായ ആ പണ്ഡിതനോട്, ആ മഹാനായ നേതാവിനോട്, അലബ് അർസലാൻ തങ്ങളോട്, തുർക്കി നാമമാണത്, ധൈര്യമുള്ളവൻ, ധീരൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം, അർസലാൻ. മഹാനായ അലബ് അർസലാൻ തങ്ങളോട് അന്നത്തെ പ്രഗത്ഭനായ ആലിം ഒരു വാക്ക് പറഞ്ഞു, അലബ് അർസലാൻ, നിങ്ങൾ പിന്മാറുകയാണോ? നിങ്ങൾ പിന്മാറിയാൽ നിങ്ങൾക്ക് മരണം വരില്ലെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ യുദ്ധം ചെയ്താൽ മരിച്ചു പോകുമെന്ന് പേടിച്ചോടുകയാണോ? ഇവിടുന്ന് നിങ്ങൾ പിന്തിരിഞ്ഞോടിയാൽ നിങ്ങൾക്ക് മരണം വരില്ലയോ? നിങ്ങൾക്ക് ഈ ലോകത്തിന്റെ നിന്ദതയും പരലോകത്തെ നരകവുമാണോ വേണ്ടത്? ചില ആളുകളൊക്കെ പറഞ്ഞു അദ്ദേഹത്തോട്, നമ്മൾ എങ്ങനെ പിടിച്ചു നിൽക്കും? 3.5 ലക്ഷം വരുന്ന അർമാനൂസ് എന്ന് പറയുന്ന റോമൻ രാജാവിനോടുള്ള യുദ്ധമാണത്. ചിലർക്ക് പറഞ്ഞു, വെറുതെ അല്ലേ, എന്തിനീ 12,000 കൊണ്ടുപോയി കുരുതി കൊടുക്കണം, നമുക്ക് പിന്തിരിയാം. ആലിം ചോദിച്ച ചോദ്യമാണ്. അലബ് അർസലാനെ, നിങ്ങൾക്ക് അള്ളാഹു നിശ്ചയിച്ച സമയമെത്താതെ മരണം വരുമെന്ന് തോന്നുന്നുണ്ടോ? ബഗ്ദാദ്, ഡമസ്കസ്, മദീന, കൈറോ, കോൺസ്റ്റാന്റിനോപ്പിൾ, ഈ പ്രമുഖമായ ഇസ്ലാമിന്റെ 5 നഗരങ്ങളിൽ സൈന്യം വിന്യസിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിക സംസ്കാരത്തെയും ഇസ്ലാമിന്റെ അടയാളങ്ങളും ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കാൻ വേണ്ടി റോമൻ സീസർ
അർമാനൂസ് ചെയ്ത ഹിജ്റയുടെ 4-ാം നൂറ്റാണ്ടിൽ നടന്ന ഏറ്റവും ഭീകരമായ ഒരു യുദ്ധത്തിന്റെ അവസ്ഥയാണിത്. മഹാനായ അലബർസലാൻ തങ്ങളോട് ഉപദേശം, അലബർസലാനെ, നിങ്ങൾ യുദ്ധം ആരംഭിക്കുന്നത് വെള്ളിയാഴ്ച വരെ കാത്തിരിക്കണം. മിമ്പറിൽ ഖതീബുമാർ കയറുകയും അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ അഇസ്സ ജുൻദക വകലിമതക ഇലാ യൗമിദ്ദീൻ, അല്ലാഹുവേ, നിന്റെ മാർഗത്തിൽ നിന്റെ ദീനിനെ തുടച്ചു നീക്കാൻ വരുന്നവരോട് പ്രതിരോധിക്കാൻ പോകുന്ന ഈ സമുദായത്തിന്റെ പ്രതിനിധികളെ നീ സഹായിക്കണേ റബ്ബേ എന്ന് ഖുതുബയിൽ ഇമാമുമാർ പ്രാർത്ഥന നടത്താനുള്ള ഏകദേശ സമയം കണ്ടാൽ നിങ്ങൾ യുദ്ധം ആരംഭിച്ചോളൂ. ജുമുഅന്റെ ഖുതുബ ഫലസ്തീനിലും ഷാമിലും ഇറാഖിലും ഡമസ്കസിലും മദീനയിലും ജസീറത്തുൽ അറബിലും ജുമുഅ നടക്കുന്ന സമയത്താണ് അർമീനിയയിൽ വെച്ച് ഏറ്റവും വലിയൊരു യുദ്ധം നടന്നത്. 12,000 യോദ്ധാക്കളുമായി 3.5 ലക്ഷം വരുന്ന ആളുകളോട്. ആ യുദ്ധം വിജയിച്ചിട്ട് അർമാനൂസ് എന്ന് പറയുന്ന ആ യുദ്ധത്തിന്റെ രാജാവിനെ കൊണ്ടുവന്ന് ബന്ദിയാക്കി കൊണ്ടുവന്നപ്പോ അർമാനൂസ് ചോദിച്ചു, അല്ല അലബർസലാൻ, നിങ്ങളുടെ സൈന്യം എവിടെ പോയി? ഇത്രയെന്നുള്ളൂ സൈന്യം എന്ന് പറഞ്ഞു. ഇവരല്ലല്ലോ എന്നെ പിടിച്ചുകൊണ്ടുവന്നത്, ഇത്രയെന്നുള്ളൂ ഞങ്ങളുടെ സൈന്യം. മുസ്ലിം ക്യാമ്പിലേക്ക് വന്നപ്പോ 12,000 3.5 ലക്ഷത്തെ നയിച്ച ആളാണ് അർമാനൂസ് എന്ന് പറയുന്ന സീസറായ റോമൻ ഭരണാധികാരി. അലബർസലാൻ തങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഇത്രയേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞു, അല്ല, ലഖദ് റഅയ്തു ജിബാല അർമീനിയ സാലത് ബിൽ ജുയൂഷിൽ ബീദ്, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് അർമീനിയയുടെ മലമടക്കുകളിൽ നിന്ന് വെളുത്ത വസ്ത്രം ധരിച്ച കോടിക്കണക്കിന് ആളുകൾ ആ മലയിൽ നിന്ന് ഇറങ്ങി വന്ന് അവരാണ് എന്നെ പിടിച്ചു കൊണ്ടുപോയത്. അവരെ ഞാൻ ഇവിടെ കാണുന്നില്ലല്ലോ. വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു, നബിയെ, അള്ളാഹുവിന്റെ സൈന്യത്തിന് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ എവിടെന്നാണ് ഈ വിജയമുണ്ടായത്. നമ്മൾ വിചാരിക്കും ന്യൂനപക്ഷങ്ങൾക്ക് വിജയം വേണം, ഇവിടുത്തെ ഭൂരിപക്ഷത്തിന് വിജയം വേണം, എല്ലാവർക്കും സമാധാനം വേണം. ആ സമാധാനത്തിന് നമ്മൾ ഒരു തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിക്കാനിരിക്കുന്നു. സാധ്യമായ എല്ലാ പരിശ്രമവും ചെയ്ത് വോട്ടവകാശത്തിലൂടെ ഈ രാജ്യത്തിന്റെ അധികാരം മതേതരത്വ ജനാധിപത്യ സംവിധാനങ്ങളിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിന്റെ, ഒരു പാർട്ടിയുടെ കൈകളിൽ വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും അല്ലാഹുമ്മ റബ്ബൽ മുസ്തദഅഫീൻ, അല്ലാഹുമ്മ യാ മൻ യുജീബുൽ മുൽതറ ഇദാ ദആ, കാരുണ്യവാനെ, നീ ഞങ്ങൾക്ക് തുണയേകണമെന്ന് നമ്മുടെ ഉമ്മമാരുടെ മുസല്ലകളിൽ നിന്ന്, നമ്മുടെ പള്ളി മെഹ്റാബുകളിൽ നിന്ന്, നമ്മുടെ ഇമാമുമാർ ഖതീബുമാർ നമ്മുടെ മിമ്പറുകളിൽ നിന്ന് ഈ ഉമ്മത്തിന് വേണ്ടി, ലോക മനുഷ്യരുടെ സമാധാനത്തിന് വേണ്ടി ദുആ ചെയ്യാതെ പോയാൽ ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും ഫഖദ് കദ്ദബ്തും ഫസൗഫ യകൂനു ലിസാമാ, നിങ്ങൾ പ്രാർത്ഥിക്കില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ ലവലേശം വകവെക്കുമായിരുന്നില്ല എന്ന് അല്ലാഹു ഹബീബിനോടാണ് പറയുന്നത്, പരിശുദ്ധ റസൂലിനോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇദാ ഹസബഹു അംറുൻ ഫസിഅ ഇലാ സ്വലാ, ഹബീബായ നബി തങ്ങൾ പരിഹാരം കണ്ടത് പ്രാർത്ഥനയിലാണ്, നിസ്കാരത്തിലാണ്. ഫർള് മാത്രമല്ല, റവാത്തിബുകൾ, സുന്നത്തുകള്. ജുമുഅ കഴിഞ്ഞാൽ ഓടാൻ, നിസ്കാരം കഴിഞ്ഞാൽ ഓടി എഴുന്നേൽക്കുകയാണ്. ആരോ പിടിച്ചിട്ട പോലെ ആ ഒരു മധുരം നമ്മൾ നുകരുന്നുണ്ടോ? എന്റെ രക്ഷിതാവിന്റെ മുമ്പിൽ തക്ബീർ ചൊല്ലി നിൽക്കാൻ ഒരു VIP-ന്റെ അടുത്ത് ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടണമെങ്കിൽ എത്ര കാത്തിരിക്കണം? അള്ളാഹു എന്ന VVIP-കളെ ഉണ്ടാക്കിയവൻ അള്ളാഹു റബ്ബു ജല്ല ജലാലു. ആ റബ്ബിന്റെ ഒരു അപ്പോയിന്റ്മെന്റ് അവന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് തക്ബീർ ചൊല്ലി ഖിബിലയിലേക്ക് മുസല്ല വിരിച്ച് അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിയാൽ ആ തമ്പുരാൻ നിന്നിലേക്ക് മുഖം തിരിഞ്ഞു നിൽക്കുന്നു. നിങ്ങളായിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് നമ്മൾ മുഖം തിരിക്കുന്നവരെ അല്ലാഹു മുഖം തിരിക്കുകയില്ലെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ സംസാരം നമുക്ക് ഇങ്ങോട്ട് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഖുർആൻ എടുത്തു വെച്ച് ഓത്. നമുക്ക് അള്ളാഹുവിനോട് സംസാരിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിസ്കാരത്തിൽ ചെന്ന് അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി നിസ്കരിക്ക്. 2 കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്ന ഇത്രയും രക്ഷിതാവുമായി, ഉടമസ്ഥനുമായി, സൃഷ്ടാവുമായി, സൃഷ്ടികളെ ബന്ധിപ്പിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിട്ട് നമുക്കൊന്നത് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ എത്ര വലിയ നഷ്ടമാണത്. മെട്രോ ഓടുന്നുണ്ട് അല്ലേ? അതൊക്കെ എത്ര ആൾ ഉപയോഗിക്കുന്നുണ്ട്?
ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടായി ആൾക്കാർ ഉപയോഗിച്ച് തുടങ്ങിയേക്കാം. പക്ഷേ വലിയൊരു സംവിധാനം ഉണ്ടായിട്ട് അത് ഉപയോഗിക്കാണ്ടിരിക്കുമ്പോൾ ഒരു സങ്കടം വരൂലേ? നമുക്കൊക്കെ ഇങ്ങനെ ഒരു അപ്പോയിൻമെന്റ് അള്ളാഹുവിനോട് എടുക്കാൻ ഇത്ര ഈസി ആയിട്ട് പടച്ചവൻ തന്നിട്ട് നമ്മൾ ഉരുണ്ട് കളിക്കുകയാണ്. അള്ളാഹുവേ, ഇതൊരു വലിയ നഷ്ടമായിരിക്കും. പടച്ച തമ്പുരാൻ ആ പ്രാർത്ഥനയുടെ മധുരം നമുക്ക് നൽകട്ടെ. അള്ളാഹു മധുരം നൽകട്ടെ, അള്ളാഹു മധുരം നൽകട്ടെ. ഈ മധുരം അനുഭവിച്ച ആളുകളുടെ ചില ചരിതങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു മദീന പള്ളിയിൽ 40 വർഷം ഇമാമിന്റെ തക്ബീറത്തുൽ ഇഹ്റാം നഷ്ടമായിട്ടില്ലെന്ന് വളരെ പരസ്യമായി ലോകത്തോട് പറയാൻ ധൈര്യം കാണിച്ച ഇമാം, ഫുഖഹാ ഉസ്സബ്അ എന്ന് പറയുന്ന മദീനയിലെ പ്രഗൽഭരായ ഫുഖഹാക്കളിൽ താബിഈങ്ങളിൽ പ്രമുഖനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു 40 കൊല്ലം ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ പള്ളിയിൽ ഇമാമിന്റെ നേരെ പിന്നിൽ നിന്ന് ഒന്നാമത്തെ തക്ബീറിൽ 40 കൊല്ലത്തെ 5 നേര നിസ്കാരം എനിക്ക് നഷ്ടമാനത്തോടെ പറയാൻ കഴിഞ്ഞ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു. മദീനയുടെ ജന്നത്തുൽ ബഖീയിലേക്ക് എത്തിയാൽ അവരൊക്കെ അവിടെ കിടക്കുന്നുണ്ട് എന്ന് ഓർമ്മ വേണം. സുബ്ഹാനല്ലാഹ്. കണ്ണിന്റെ കാഴ്ച പോയിട്ട് ശിഷ്യന്മാര് പറഞ്ഞു, ഗുരു വാദിൽ അഖീഖിലേക്കൊന്ന് പോയി നോക്കാം. മദീനയുടെ ഒരൽപ്പം കാതങ്ങൾക്കപ്പുറത്ത് നല്ല ഒരൽപ്പം പച്ചപ്പുള്ള പ്രദേശമാണത്. കരഞ്ഞ് കരഞ്ഞ് കണ്ണിന്റെ കാഴ്ച പോയപ്പോ മഹാനായ ഹദീസ് പണ്ഡിതനാണ്, ഫഖീഹാണ്, പ്രഗൽഭനായ പണ്ഡിതനാണ് സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിനോട് വാദിൽ അഖീഖിലേക്കൊന്ന് പോയി നിങ്ങളുടെ കണ്ണ് ആ ഒരു പച്ചപ്പൊന്ന് കണ്ടാൽ കണ്ണിന് ആശ്വാസമായേക്കും, ഒന്ന് വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാനങ്ങോട്ട് വരുന്നില്ല വതഫൂതുനി സ്വലാത്തും ബിഅൽഫി സ്വലാ ഫീ മസ്ജിദി റസൂലില്ലാ, റസൂലുള്ളാഹിന്റെ പള്ളിയിൽ 1000 കൂലിയുള്ള നിസ്കാരം നഷ്ടപ്പെടുത്താനോ? കണ്ണു പോയാൽ എന്താ, എനിക്കെൻ്റെ ഹബീബിൻ്റെ പള്ളിയിലെ നിസ്കാരം നഷ്ടപ്പെടരുത്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഹറമിലൊക്കെ പോകുന്നുണ്ട്, അൽബേക്ക് തിന്നാൻ വേണ്ടിയിട്ട് ഹറമിൻ്റെ ചുറ്റുകൂടുക, KFC തിന്നാൻ വേണ്ടിയിട്ട്. ആത്മാവിന്റെ ഭക്ഷണം കിട്ടുമ്പോൾ അവിടെ സംസമിന്റെ കുളിർമയുള്ള ഇബ്രാഹിം ഖലീലുല്ലാഹി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ഒരു പിഞ്ചു പൈതലിന്റെ കാലിനടിയിൽ ഒരു ഉമ്മയുടെ മനസ്സിന്റെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു തെളിനീരായി തന്ന പരിശുദ്ധ ജലമുള്ളിടത്ത് നമ്മൾ ഓടുകയാണ് കൊക്കക്കോളയും പെപ്സിയും കുടിക്കാൻ. നഷ്ടല്ലേ നമ്മുടെ പല യാത്രകളും? അവിടെയുള്ള മധുരം നമ്മൾ അറിയുന്നുണ്ടോ? ഹമാമുൽ ഹറം 30 വർഷം പരിശുദ്ധമായ മക്കയിലെ ഹറമിൽ ചടഞ്ഞിരുന്ന് പഠിക്കുക എന്ന് പറയില്ലേ, ചടഞ്ഞിരുന്ന് പഠിക്കുക. ഇന്ന് അതിനൊന്നും ആളെ കിട്ടൂല. ദർസ് പോലും 2 വർഷം 3 വർഷം കഴിഞ്ഞാൽ ഫാരിക. എവിടെ വല്ല ഏറ്റവും പെട്ടെന്ന് ഫാരിയാൻ പറ്റിയ കോഴ്സ് എന്നാൽ പിന്നെ ഹൈദരാബാദിലേക്ക് പോവുക, അല്ലെങ്കിൽ നമുക്ക് ഡൽഹിക്ക് പോകാം, അല്ലെങ്കിൽ നമുക്ക് UP-യിൽ, അല്ലെങ്കിൽ നമുക്ക് വാരാണസി പോകാം, അല്ലെങ്കിൽ ജയ്പൂർ. എവിടെയാണോ 1 കൊല്ലം കൊണ്ട് ഒരു ടൈറ്റിൽ ബാക്കിലൊരു വാല് വെക്കാൻ പറ്റുന്നത് കിട്ടുക, എന്നാൽ പിന്നെ അവിടെ പോയിട്ട് വരിക. പഠിക്കാനൊന്നും കുട്ടികൾ റെഡിയില്ല. ബഹുഭൂരിപക്ഷം ആളുകൾ മനസ്സിൽ മടി വന്നിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. പഠിക്കാൻ റെഡിയാകുന്നില്ല. മഹാനായ അഫ്തസുൽ അൻഫി ഖസീറുൽ ഉനുഖി അഅ്വറൽ ഐനി അഅ്റജർ റിജ്ലി എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയുന്ന മഹാനായ അതാ ഇബ്നു അബി റബാഹ് റളിയല്ലാഹു അൻഹു എത്യോപ്യക്കാരനായ അടിമയാണ്. കഴുത്ത് കുറുകിയ ആള്, ഹൈറ്റ് കുറഞ്ഞ ആള്, കറുകറുത്ത് കാന ദമീമൻ, കാണാൻ ഒരു ഭംഗിയുമില്ലാതിരുന്ന, മുഖമാകെ വളരെ വികൃതമായ രൂപമുണ്ടായിരുന്ന, മൂക്ക് ചപ്പിയിരുന്ന, ഒരു കണ്ണിന് കാഴ്ചയില്ല, ഒരു കാലിന് നടക്കാനുള്ള ശേഷിയില്ല. ഒരു ശാരീരിക വൈകല്യങ്ങൾ എടുത്തു നോക്കിയാൽ അതിന്റെ ബഹുഭൂരിഭാഗം സമ്മേളിച്ചിരുന്ന ഒരു മഹാപണ്ഡിതൻ പരിശുദ്ധമായ മക്കയിലെ ഹറമിൽ 30 കൊല്ലം ഇരുന്ന് പഠിച്ചിട്ടുണ്ട്. അതാണ് ലോക പണ്ഡിതനായ ലാ യുഫ്തി ഫിൽ ഹജ്ജ് ഇല്ലാ അതാ എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ച അതാ ഇബ്നു അബി റബാഹ് റഹ്മത്തുള്ളാഹി അലൈഹി. ഖലീഫ മൻസൂർ വരുമ്പോ ആ മഹാനായ പണ്ഡിതന്റെ വീടിന്റെ വാതിൽക്കൽ ഫത്വ ചോദിക്കാൻ ആയിരക്കണക്കിന് ആളുകൾ നിൽക്കുന്ന ക്യൂ കണ്ടപ്പോ ഖലീഫ മൻസൂർ മക്കളോട് പറയുന്നു, മക്കളെ, നിങ്ങളുടെ വാപ്പ മൻസൂറിന്റെ അധികാരമല്ല അധികാരം, അതാഇന്റെ അധികാരം. ഈ ജ്ഞാനത്തിന്റെ വലുപ്പം കണ്ടോ? കാണാൻ ഒരു ഭംഗിയുമില്ലാത്ത, ഒരു കാലത്ത് മക്കക്കാരി പെണ്ണിന്റെ അടിമയായിരുന്ന ആ മഹാനുഭാവൻ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഹറമിലെ 30 കൊല്ലം ചെയ്ത ഇബാദത്തിന്റെ ഫലമായി അള്ളാഹു കൊടുത്ത സ്ഥാനം കണ്ടോ? അതാ ഇബ്നു അബി റബാഹിന്റേതാണ് അധികാരം. ഇത് അല്ലാഹു അൻഹുമാ ഹബീബായ നബി തങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബത്തിൽ വരുന്ന തങ്ങള്
ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇളാപ്പയായ അബ്ബാസ് തങ്ങളുടെ മോനെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ മായ മക്കയിൽ ഓരോ നന്മകൾക്കും അല്ലാഹു ലക്ഷങ്ങൾക്ക് കൂലി നൽകുമെങ്കിൽ അവിടെ നടക്കുന്ന തെറ്റുകൾക്കും അല്ലാഹു ഇരട്ടിക്കിരട്ടിയായി ശിക്ഷയും നൽകുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എൻ്റെ ഇബാദത്ത് അല്ലാഹുവിൻ്റെ ഹറമിലാകട്ടെ, എൻ്റെ ദർസ് പരിശുദ്ധമായ ഹറമിലാകട്ടെ, എൻ്റെ വീട്ടിൽ നമ്മൾ മക്കളോട് കുശലം പറയും, വീട്ടുകാരോട് തമാശ പറയും. അനാവശ്യ വർത്തമാനങ്ങൾ, ചീത്ത പറച്ചിലല്ല, അനാവശ്യമായ വർത്തമാനങ്ങൾ ഒരുപക്ഷെ നമുക്ക് പറയേണ്ടി വരും. അത് അല്ലാഹുവിൻ്റെ ഹറമിൽ വെച്ചാകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ومن يعظم شعائر الله فإنها من تقوى القلوب. അല്ലാഹുവിൻ്റെ ദീനുന്നത് ആർക്കായി ഫോട്ടോ കാണിക്കാൻ പോകുന്നത്? പരിശുദ്ധ ഹബീബിന്റെ പള്ളിയിൽ നിന്ന് ഒരു കൂസലുമില്ലാതെ വർത്തമാനം പറയുന്നു, ഫോൺ ചെയ്യുന്നു, നാട്ടുവർത്തമാനങ്ങൾ പറയുന്നു. സുബ്ഹാനല്ലാഹ്. ومن يعظم شعائر الله فإنها من تقوى القلوب. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യൻ മഹാനായ റബീഅ് ഇബ്നു ഖുസൈം തങ്ങൾ ഇദാ സജദക അന്നഹു ثوبٌ مطروح فتجيء العصافير فتقع عليه. മഹാനായ റബീഅ് റളിയല്ലാഹു അൻഹു, ആ മഹാനെ കുറിച്ചാണ് ഇബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞത്, യാ റബീഅ് ലൗ റആക റസൂലുള്ളാഹി ലഅഹബ്ബക. റബീഅ്, അല്ലാഹുവിൻ്റെ റസൂലെങ്ങാനും നിങ്ങളെ കാണുകയായിരുന്നുവെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടുമായിരുന്നുവെന്ന് ഇബ്നു മസ്ഊദ് തങ്ങൾ എന്ന സ്വഹാബി റളിയല്ലാഹു അൻഹു തൻ്റെ ശിഷ്യനോട്, താബിഈയായ സ്വഭാവശുദ്ധിയുണ്ടായിരുന്ന റബീഅ് തങ്ങൾ, എന്നിട്ട് പ്രാക്കളും കിളികളും വന്ന് ആ മഹാന്റെ ദേഹത്തിരിക്കുമായിരുന്നു. സുജൂദിലാണ്. നമുക്കൊക്കെ അങ്ങനെ ഒരു സുജൂദ് ചെയ്യാൻ തോന്നുന്നുണ്ടോ? ഇമാമ് സുജൂദ് നീട്ടിയാൽ നമുക്ക് ഇനിയിപ്പോൾ റമളാനാ വരുന്നത്. സൂപ്പർ ഫാസ്റ്റും ടൗൺ ടു ടൗണും പോയിന്റ് ടു പോയിന്റ് ഒക്കെ, സൂപ്പർ ഡീലക്സ് ഫാസ്റ്റ് പാസഞ്ചറൊക്കെ നോക്കി നടക്കുന്നത് ആൾക്കാർ. അവിടെ അരമണിക്കൂർ കൊണ്ട് തറാവി തീരും. ഇവിടെ ആ ഉസ്താദ് 20 മിനിറ്റ് കൊണ്ട് തീർക്കുന്നുണ്ട്. നിങ്ങൾ കിട്ടും, ബാക്കിൽ നിൽക്കണ മഅ്മൂമിങ്ങൾക്കും കുറ്റുണ്ടാവും. മഅ്മൂമിങ്ങൾ നിരപരാധികളാണ്. പക്ഷേ ഈ ഫാസ്റ്റ് പാസഞ്ചർ ആക്കിയിട്ടില്ലെങ്കിൽ ഉസ്താദ് പണി പോകുമെന്ന് വിചാരിച്ചിട്ടായി ചെയ്യുന്നത്. അങ്ങനെ പണി പോയാൽ എന്താ? അലം തക്കുൻ അർളുല്ലാഹി വാസിഅതൻ ഫതുഹാജിറു ഫിഹാ. അള്ളാഹിൻ്റെ റിസ്ക് അവിടെ മാത്രം കിടക്കാം. അത്ര സമയമില്ലാത്തവർ എന്തിനാണ് നിൽക്കുന്നത്? ഇമാം ഒരു ദീർഘമായ സൂറത്ത് ഓതിയാൽ, അല്ലെ, ഇമാമു ഖൗമിൻ മഹ്സൂരീൻ, ഒരു നാട്ടിൽ യാത്രക്കാർ വരുന്ന പള്ളിയെക്കുറിച്ചല്ല പറയുന്നത്. ഒരു ഗ്രാമത്തിലെ ആ നാട്ടുകാർ കൂടുന്നൊരു പള്ളിയിൽ ഒരൽപ്പം കൂടുതൽ ഒരു 8-10 ആയത്തുകളൊക്കെ ഉള്ളൊരു സൂറ ഓതിയാൽ അപ്പോഴേക്കും പരാതി, കുഴങ്ങിപ്പോയി. നമുക്ക് ആനന്ദം അനുഭവിക്കാത്തത് കൊണ്ടാണ് മുഅ്മിനെ. ആനന്ദം, ഹൃദയം ശുദ്ധമായിരുന്നുവെങ്കിൽ ലമാ ശബിഅത് മിൻ ഖശിയത്തില്ലാ മിൻ കലാമില്ലാ, അല്ലാഹുവിൻ്റെ വചനം കേട്ടുകൊണ്ട് നിങ്ങളുടെ മനസ്സിന് മതി വരില്ലായിരുന്നു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിസ്കാരത്തിലെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഷദ്ദാദ് തങ്ങൾ മഅ്മൂമിങ്ങളിലുണ്ട്. വ ഇന്നി ലഫീ ആഖിർ സുഫൂഫ്, ഞാൻ ആ പള്ളിയിലെ ഏറ്റവും ബാക്കിലെ സഫിലാണ്. വഹുവ യഖറഉ ഖൗലല്ലാഹ് قال إنما أشكو بثي وحزني إلى الله. അല്ലാഹുവേ, എൻ്റെ സങ്കടം, എൻ്റെ മകൻ യൂസുഫ് നഷ്ടമായതിൻ്റെ വിഷമം അലൈഹിസ്സലാം, അല്ലാഹുവേ ഞാൻ നിന്നെ ബോധിപ്പിക്കുന്നു റബ്ബേ. ഇന്നമാ അഷ്കൂ ബത്തി വഹുസ്നി ഇലല്ലാഹ്. ഹബീബ് ആയ നബി തങ്ങളുടെ സ്വഹാബിമാർ ഈ ആയത്തിനെടുത്തിട്ട് ഇബ്നു മസ്ഊദ് തങ്ങൾ അടക്കമുള്ളവർ, വല്ലാഹി ലൗ അലിമ യഅഖൂബു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയാൻ അല്ലാഹു പഠിപ്പിച്ചിരുന്നുവെങ്കിൽ ആ മഹാൻ ഈ വാക്കിന് പകരം തർജിആൻ അവിടെ ചെയ്യുമായിരുന്നത്. ഇരിക്കട്ടെ, ഖാല ഇന്നമാ അഷ്കൂ ബത്തി വഹുസ്നി ഇലല്ലാഹ്. അല്ലാഹുവേ, എൻ്റെ സങ്കടം, എൻ്റെ വിഷമം ഞാൻ നിന്റെ കോടതിയിൽ ബോധിപ്പിക്കുന്നു റബ്ബേ. ആ ആയത്തോതി മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തേങ്ങിക്കരയുന്ന മനസ്സിന്റെ വിങ്ങൽ സഫിന്റെ അറ്റത്ത് നിന്ന് ഞാൻ കേട്ടുവെന്ന് അബ്ദുല്ലാഹി ഇബ്നു ഷദ്ദാദ് റളിയല്ലാഹു തആല അൻ. മനസ്സ് വിങ്ങണം. അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കാൻ എപ്പോഴെങ്കിലും ആളുകൾ കാണാൻ വേണ്ടി കരയണ്ട, ആൾക്കാരുടെ മുമ്പിൽ കരയും വേണ്ട. ആൾക്കാരുടെ മുമ്പിലൊക്കെ ഉണ്ടാക്കി കരയൽ, ഇദക്തമലത്തിൽ ഖുലൂബു ശർറൻ, ഹൃദയത്തിനുള്ളിൽ ഷർറ് കുമിഞ്ഞുകൂടിയാൽ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കി കരയാൻ പറ്റും മഹാന്മാർ പറയാ. അതൊരു വലിയ മോശമാണ്. ഉണ്ടാക്കി കരയേണ്ട, കരച്ചിൽ വന്നു പോയാൽ ഓക്കെ. നമ്മുടെ നിസ്കാരത്തിൽ ഒറ്റയ്ക്ക് നമുക്കങ്ങനെ കരയാൻ കഴിഞ്ഞിട്ടുണ്ടോ?
ഐനാനി ലാ തമസ്സുഹുമന്നാർ, രണ്ട് കണ്ണുകൾ. ആബിദാണ്, ആലിമാണ്, മഹാനായ ഹമമത്തുൽ ആബിദ് റളിയല്ലാഹു അൻഹു. അവരോടൊരു ചോദ്യം, മാ അഫ്ളലു അമലിക അല്ലദീ തർജൂ ഇൻദല്ലാഹ്. അല്ലാഹ് അതൊക്കെ കിട്ടും. അല്ലാഹു നമുക്ക് സഹായം നൽകട്ടെ. നമ്മളൊന്ന് പരിശ്രമിക്കണം. ആർക്കാനും വേണ്ടി ഒക്കാനിച്ച നടക്കൂലേ. നമുക്കത് വേണമെന്ന് തോന്നണം. എന്നിട്ട് നിസ്കാരത്തിൻ്റെ ഒരു മധുരം അറിയണം. അത് ചിലപ്പോൾ ഇമാമ് സലാം വീട്ടല്ലേ എന്ന് മനസ്സുകൊണ്ട് പറഞ്ഞു പോകും. നിസ്കാരം ഞാൻ അവസാനിപ്പിക്കുന്നില്ല, കുറച്ചുകൂടെ എൻ്റെ റബ്ബിനോട് ഞാനൊന്ന് സംസാരിക്കട്ടെ. സുന്നത്ത് നിസ്കാരവും തഹജ്ജുദും ഖിയാമുൽ ലൈലൊക്കെ ഉള്ള ആളുകൾക്ക് ആ മധുരം അറിയാൻ കഴിയും. അത് ദുന്യാവിൽ അനുഭവിക്കാത്തവർക്ക് ഹുരിമൽ ബറക, ആ മനുഷ്യന് ബറക്കത്ത് നഷ്ടപ്പെട്ടു പോയി. ജീവിതത്തിൻ്റെ ഒരു ബറക്കത്താണത്. എന്താണ് ഹമമത്തുൽ ആബിദേ? നിങ്ങളുടെ ഏതൊരു നിസ്കാരം ആസന്നമാകുമ്പോഴും ഞാനതിന് ഒരുങ്ങി നിൽക്കുകയായിരുന്നു. മഹാനായ അത്തിപ്പറ്റ ഉസ്താദിനെ നമ്മളിവിടെ ഓർക്കുകയാണ്. ഏത് സമ്മേളനം പരിപാടിയാണെങ്കിലും നിസ്കാരത്തിന് ബാങ്ക് വിളിച്ചോ ഇബാദത്തല്ലേ ഫി അവ്വലി വഖ്തിഹാ, അത് അങ്ങനെ തന്നെ നടക്കട്ടെ. ഇത്രയും ആളുകളുണ്ടാകുമ്പോൾ വലിയൊരു ജമാഅത്തായില്ലേ, അത് അഫ്ളലുൽ വഖ്തിൽ തന്നെ നിർവഹിച്ചാൽ ഇതന്നെ എൻ്റെ മുമ്പിലുള്ള വലിയ അമൽ. അല്ലാഹു തആല 5 നേര നിസ്കാരങ്ങളെ അസ്ർ, മഗ്രിബ്, ഇശാ ഈ സമയങ്ങളിൽ അല്ലാഹു നിശ്ചയിക്കാതെ പകൽ മുഴുവനും നിസ്കാരമാകുമായിരുന്നുവെങ്കിൽ ലഅഹബബ്തു അൻ നകൂന ലൈലി വനഹാരി സാജിദൻ റാകിഅൻ ലില്ലാഹ്, എൻ്റെ രാവിലും പകലിലും അല്ലാഹുവിനെ റുകൂഅ് ഓദിക്കു നബിയേ. ലഘുവാക്കി തരാൻ പറയൂ നബിയേ. 50 വക്ത് സാധ്യമല്ലെന്ന് പറഞ്ഞ് 9 തവണയുള്ള നിരന്തരമായ അല്ലാഹു വെറുതൊരു കാര്യം ചെയ്യില്ല. വല്ലാഹു അസീസുൻ ഹകീം, അല്ലാഹുവിന്റെ ഓരോ പ്രവർത്തനത്തിലും അല്ലാഹു തആല യുക്തിഭദ്രമായി കാര്യങ്ങൾ ചെയ്യുന്നവനാണ്. എന്തിനാ പിന്നെ എന്താന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ 50 വക്ത് നിസ്കാരമാണ് നമുക്കുണ്ടായിരുന്നതെങ്കിൽ 24 മണിക്കൂർ സമയത്തിൽ നമുക്ക് വിശ്രമിക്കേണ്ട 8 മണിക്കൂർ വിശ്രമം, ഉറക്കിന്റെ സമയം, വിശ്രമത്തിന്റെ സമയം കഴിഞ്ഞാൽ ബാക്കി വരുന്ന 16 മണിക്കൂർ നമ്മൾ അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കേണ്ടവരായി മാറുമായിരുന്നു. എങ്ങനെ? ഒരു നിസ്കാരത്തിന് വേണ്ട ശരാശരി 100 മിനിറ്റ്, അത് 50 വക്താകുമായിരുന്നുവെങ്കിൽ അത് 1000 മിനിറ്റുകളാണ്. 1000 മിനിറ്റ് എന്ന് പറയുന്നത് 16 ചില്ലറ മണിക്കൂറുകളാണ്. 16 മണിക്കൂർ എന്ന് പറയുന്നത് 24 മനുഷ്യന്റെ പ്രവൃത്തി സമയമാണ്. അതിന്റെ അർത്ഥം എന്താണ്? 5 നേരത്തെ നിസ്കാരം നിർവഹിച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോ നീ പുറത്തു പോന്നു, ഇനി ആവുന്നതാവാം എന്ന് വിചാരിക്കല്ലേ. പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയാലും നീ ഉറങ്ങുന്നവരെ നിസ്കാരത്തിൽ എന്ന വെണ്ണം, അള്ളാഹുവിന്റെ മുമ്പിലാണെന്ന വെണ്ണം നീ അള്ളാഹുവിന്റെ നിസ്കാരം നിർവഹിക്കുകയാണെന്ന ബോധത്തിൽ നടക്കേണ്ടവനാണ്. അതുകൊണ്ടാണ് തിൽക ഖംസത്തുൻ ബിഖംസീൻ, നബിയെ ആ 5 നിസ്കാരങ്ങൾക്ക് 50. അതാണ് അള്ളാഹു 5 ആക്കി ചുരുക്കി തന്നത്. അതിനർത്ഥം പള്ളിയിൽ നിന്ന് പുറത്തു കഴിഞ്ഞാൽ പിന്നെ വട്ടിപ്പലിശയുടെ ഏർപ്പാട്, പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ കണ്ണുകളെ അടിച്ചിടുന്നത്, മസ്ജിദിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞ് നീ അള്ളാഹുവിന്റെ സർവിലിയൻസ് ക്യാമറ 8 മിനിറ്റായി. 1 മണിക്കൂറിന് 2 മിനിറ്റേ ബാക്കിയുള്ളൂ. എന്നാ പിന്നെ ഒന്ന് എഴുന്നേറ്റ്, സ്റ്റേജിലുള്ളവരൊന്നും എഴുന്നേൽക്കണ്ട, അല്ലാത്തവരൊക്കെ ഒന്ന് എഴുന്നേറ്റ്, ആണുങ്ങൾ ആ കാലൊക്കെ ഒന്ന് കുടഞ്ഞ് ഒന്ന് തിരിഞ്ഞു മറിഞ്ഞൊക്കെ ഒന്ന് നോക്കി അൽഹംദുലില്ലാ 3 സ്വലാത്ത് ചൊല്ലാണ്. മുഹമ്മദിൻ വ ആലിഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വഖൈറ. ഇനി ഒരു 60 മിനിറ്റും കൂടെ ഇരിക്കണം. നല്ല ചൂടുണ്ടല്ലേ? എനിക്ക് തോന്നുന്നു മലപ്പുറത്തിലേറെ ചൂടുണ്ട് തോന്നുന്നു എറണാകുളം ജില്ലയിൽ. നല്ല ചൂട്, സുബ്ഹാനല്ലാഹ്. മനുഷ്യന് ചൂടാകുമ്പോൾ ഒരു മഴ കിട്ടിയെങ്കിലെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹം വരും. അപ്പോൾ പിന്നെ മഴക്കാലം തുടങ്ങും. മഴ കൊണ്ട് റബ്ബേ ഈ മഴ നിർത്തി തന്നാൽ മതിയായിരുന്നേനെ. അപ്പോൾ പിന്നെ ചൂട് കാലം. സുബ്ഹാന, കാലാവസ്ഥയെ യുഖല്ലിബുൽ ലൈല വന്നഹാർ, ഈ കാലാവസ്ഥയെ ചൂടുന്ന തണുപ്പിലേക്കും സമശീതോഷ്ണത്തിലേക്കും ഇങ്ങനെ അള്ളാഹു മാറ്റിയില്ലായിരുന്നെങ്കിൽ ഈ ഭൂമിയിലെ ജീവിതം ബോറടിച്ചേനെ അല്ലേ? അള്ളാഹു ഓരോന്നിങ്ങനെ മാറ്റിത്തരികയാണ്. സുബ്ഹാനല്ലാഹ്. വിശുദ്ധ റമദാനൊക്കെ വരികയാണ്. അള്ളാഹു ഇബാദത്ത് കൊണ്ട് സജീവമാക്കാൻ. ഇവിടുന്ന് റമദാനിൽ ഉഷാറുണ്ടോ എന്ന് ഈ റജബിൽ അറിയാൻ പറ്റുന്ന, റജബിൽ ഇങ്ങനെ പിടുത്തം വിട്ട് നടക്കുകയാണെങ്കിൽ റമദാനും ഇങ്ങനെ തന്നെ ആയിരിക്കുന്ന. അതിനാണ് ഈ റജബ് വരുന്നുണ്ട് കേട്ടോ എന്ന് പറയാനാ, ആളെത്താനായി എന്ന്. ഷാബാൻ ഇതാ നമ്മളെ മഹല്ലിക്ക് എത്താനായിട്ടോ.
അപ്പോഴേ ഒരുങ്ങി നിൽക്കണ്ടേ സ്വീകരിക്കാൻ? റമദാനായി തുടങ്ങി, ഇപ്പോൾ ഒരുങ്ങിയിട്ടില്ലേ, ഇനി കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ ബസ് പോയിട്ട് കൈ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. ഈ ഒരു അവസരം അള്ളാഹു നമുക്ക് തരുമോ എന്ന് ആരറിഞ്ഞു? ഇനിയൊരവസരം അള്ളാഹു നമുക്ക് നൽകുമോ എന്ന്. അള്ളാഹു നമ്മുടെ ഈ സദസ്സിലിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഈ വരുന്ന റമദാൻ പരിപൂർണമായ ഇബാദത്ത് കൊണ്ട് സജീവമാക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു നമുക്ക് ലൈലത്തുൽ ഖദറുമായി സന്ധിക്കാനുള്ള ഭാഗ്യം അള്ളാഹു തരട്ടെ. അള്ളാഹു നരകമോചനം നൽകുന്നവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ച വീഴ്ചകളും തെറ്റുകളും വിവരക്കേട് കൊണ്ട് നമ്മൾ ചെയ്തു കൂട്ടിയ എല്ലാ തിന്മകളും അള്ളാഹു നമുക്ക് മാപ്പ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ അബൂ ജഅഫറുൽ ഖമൂദി റഹ്മത്തുള്ളാഹി അലൈഹിയെ കാണാൻ മഹാനായ ഖൈറുവാനി തങ്ങൾ പോയൊരു ചരിത്രമുണ്ട്. അബൂ ജഅഫറുൽ ഖമൂദി ഈ ഉമ്മത്തിന്റെ മുൻഗാമികളിൽ കഴിഞ്ഞ പ്രഗത്ഭനായ പണ്ഡിതനാണ്. അബൂ ജഅഫറുൽ ഖമൂദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം നിസ്കാരത്തിലായിരുന്നു. മഹാനായ ഇമാം ഖൈറുവാനി നിസ്കരിക്കാൻ അവരെ കാണാൻ വേണ്ടി വന്നപ്പോൾ നിസ്കാരം ഒരുപാട് നീണ്ടുപോയി. നിസ്കാരം കഴിയുന്നവരെ കാത്തിരുന്നു. നിസ്കാരം ഒരുപാട് നീണ്ടതിൽ ഒരൽപ്പം സമയം നീണ്ടുപോയോ എന്ന് തോന്നിയ മഹാനായ ഖൈറുവാനി തങ്ങള് മഹാനായ അബൂ ജഅഫറുൽ ഖമൂദി തങ്ങളോട് പറഞ്ഞു, യാ അബാ ജഅഫർ ബിഅഖല്ല മിൻ ഹാദ തഅബ് തുദ്രികുൽ മത്ലൂബ ഇൻഷാ അല്ലാഹ്. ഇത്രത്തോളം കഠിനാധ്വാനം ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ലക്ഷ്യപ്രാപ്തി സാധ്യമാകുമല്ലോ, ലക്ഷ്യത്തിലെത്താൻ കഴിയുമല്ലോ. ഇത്രത്തോളം എന്തിനാ നിങ്ങൾ പ്രയാസപ്പെടുന്നത്? ഇത് പറഞ്ഞപ്പോ മഹാനായ അബൂ ജഅഫറുൽ ഖമൂദി തങ്ങള് തികച്ചും പരാതി പറയുന്ന ആളുകളോട് ഈ മഹാനായ അബൂ ജഅഫറുൽ ഖമൂദിയുടെ മറുപടിയാണ് നമ്മൾ നൽകുന്നത്. യാ മിസ്കീൻ, ഏ ദരിദ്രനായ മിസ്കീനായ മനുഷ്യ, ലൗ ദുഖ്ത ഹലാവത അല്ലാഹു അക്ബർ വലദ്ദതഹാ. അല്ലാഹു അക്ബറിന്റെ ഒരു മധുരമുണ്ട്, അല്ലാഹു അക്ബറിന്റെ ഒരു ആസ്വാദനമുണ്ട്. അത് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ ലമാ മിൽത മിനൽ തഅബ് മിനൽ ഇസ്തിക്സാരി മിൻഹാ. നിസ്കാരം നീണ്ടുപോയതിലെ തക്ബീറുകളുടെ എണ്ണം കൂടിപ്പോകുന്നതിന്റെ പ്രയാസം നിനക്കറിയാതെ പോകുമായിരുന്നു. ആ തക്ബീറിന്റെ ഒരു മധുരമുണ്ട്. അല്ലാഹുവേ, നീയാണ് ഏറ്റവും വലിയവൻ എന്നല്ലേ. നമുക്ക് പോകേണ്ടതും അള്ളാഹിന്റെ അടുത്തേക്ക് തന്നെയല്ലേ. ഒരാൾക്ക് പേടിയുണ്ടെങ്കിൽ ആ വഴിക്ക് പോകൂല, അങ്ങനെയല്ലേ നമ്മൾ ദുന്യാവിൽ ചെയ്യാ. ഒരാളെ പേടിയുണ്ടെങ്കിൽ അയാളുള്ള വഴിക്ക് പോകില്ലല്ലോ, അങ്ങനെയല്ലേ. അള്ളാഹിനെ പേടിച്ചാൽ അള്ളാഹിന്റെ അടുത്തേക്ക് തന്നെയാണ് പോകാനുള്ളത്. അതാണ് ആ വ്യത്യാസം. അള്ളാഹിനെ പേടിച്ചാൽ അള്ളാഹിന്റെ അടുത്തേക്ക് തന്നെയാണ് പോകാനുള്ളത്. പടച്ചോന്റെ അടുത്തേക്ക് തന്നെയാവും, റബ്ബേ എന്നെ സ്വീകരിക്കണേ, പടച്ചോനെ എനിക്ക് മാപ്പ് തരണേ. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവേ അല്ലാഹുവേ യാ മിസ്കീൻ. അതുകൊണ്ടാണ് ഹസനുൽ ബസ്രി എന്ന ലോകപ്രശസ്തനായ ഹദീസ് പണ്ഡിതൻ ഫഖീഹും മുതസവ്വിഫുമായ മഹാനായ ഹസനുൽ ബസ്രി തങ്ങൾ പറയാറുണ്ട്, റകഅതാനി ഫീ തഫക്കുരിൻ ഖൈറും മിൻ ഖിയാമി ലൈലത്തിൻ വൽ ഖൽബു സാഹ്. മനസ്സാന്നിധ്യത്തോടുകൂടെ നമുക്ക് നിസ്കരിക്കാൻ കഴിയുന്നതാണ് നിസ്കാരം, ആനന്ദം അറിഞ്ഞുകൊണ്ടുള്ള ഒരു നിസ്കാരം. എന്താ? അള്ളാഹു നിർബന്ധമാക്കിയ കർമ്മത്തിനാണ് ഏറ്റവും വലിയ കൂലി. സുന്നത്തിനും ഫർദിനും കൂലിയുണ്ട്. നമ്മൾ യുക്തി കൊണ്ട് ചിന്തിച്ചാൽ ഫർദിന് കൂലി കൂടുതൽ, സുന്നത്തിന് കൂലിയുണ്ട്, പക്ഷെ ഫർദിനാണ് കൂടുതൽ. ഇതല്ലേ അള്ളാഹുവിന്റെ രീതി, ഇതല്ലേ അള്ളാഹുവിന്റെ കരുണ. അങ്ങനുണ്ടോ? സ്വന്തം വീട്ടിലേക്ക് ചെലവ് കൊടുക്കണം, ആ ചെലവ് കൊടുക്കൽ നിർബന്ധം. അത് ചെയ്തില്ലെങ്കിൽ നാട്ടുകാരെ പോലീസെങ്കിലും പിടിച്ചോണ്ടോ, അല്ലേ? വീട്ടുകാരെ പുരക്കാരെ നോക്കാണ്ടിരിക്കെ ഉപദ്രവിക്കുക ചെയ്താൽ. പക്ഷേ വീട്ടുകാർക്ക് ചെലവ് കൊടുക്കുന്നതാണ് അഫ്ളലു സ്വദഖ, സ്വദഖകളിൽ ഏറ്റവും വലിയ സ്വദഖ എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു. അത് നമ്മുടെ നിർബന്ധ ബാധ്യതയാണ്. പക്ഷെ അത് സ്വദഖകളിൽ ഏറ്റവും വലിയ സ്വദഖയാണ്. അവനവന്റെ സ്വന്തം വീട്ടിലേക്ക് മത്സ്യം വാങ്ങി പോകുന്നത് സ്വദഖയാണ്, വലിയ സ്വദഖയാണ്. അവനവന്റെ വീട്ടിലെ മക്കൾക്ക് അരി വാങ്ങിച്ചു കൊണ്ടുപോകുന്നത് ഏറ്റവും വലിയ ദാനമാണ്. മനസ്സിൽ നിയ്യത്ത് വേണം. യഹ്തസിബുഹു, ഹദീസിന്റെ വാക്കതാണ്, വഹുവ യഹ്തസിബുഹു, അല്ലാഹു എനിക്കിതിന് കൂലി തരും എന്ന് പറഞ്ഞു കൊണ്ടുപോയാൽ, എന്തെങ്കിലും പിറുപിറുത്ത് പറഞ്ഞു പോയാൽ ആ കാശങ്ങ് പോയി. പുരക്ക് കൊണ്ടു കൊടുക്കുന്ന നിർബന്ധമാണ് ദാനം. പെണ്ണുങ്ങളെ വരെ അകത്ത് കയറ്റൂല, അല്ലേ? ആ സാധനം കൊണ്ടുവന്നില്ലല്ലോ, തിരിച്ചു പറഞ്ഞയക്കും. സ്റ്റാമ്പ് ഒട്ടിക്കാത്ത കത്ത് തിരിച്ചേക്കണ പോലെ. പിന്നെ പോയിട്ട് വീണ്ടും കൊണ്ടുവരണം. എന്നാൽ പിന്നെ ആദ്യം നല്ല മനസ്സോടുകൂടെ അങ്ങ് കൊണ്ടുപോയി കൊടുത്തു, അതിന് കൂലിയാണ്. ഇല്ലെങ്കിൽ പൈസ പോവും, അള്ളാഹിന്റെ അടുത്ത് കൂലിയില്ല. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ കരുണ കൊണ്ട് മനുഷ്യന്റെ എല്ലാ നന്മകൾക്കും അല്ലാഹു ഒരു നന്മക്ക് 10 വീതം
തിന്മകൾക്ക് ഒരു തിന്മക്ക് ഒരു തെറ്റ്, ഒരു തെറ്റിന് ഒരു ശിക്ഷ, ഒരു നന്മക്ക് 10 കൂലി. ഒന്നല്ല, നമ്മളിവിടെ 2 മണിക്കൂർ ഇരുന്നാൽ 20 മണിക്കൂർ ഇരുന്ന കൂലിയാ അള്ളാഹു നൽകാൻ പോവുക. അള്ളാഹു ആ കൂലി നമുക്ക് നൽകട്ടെ. മഹാനായ ഹാത്തിമുൽ അസ്വം റളിയല്ലാഹു തആല അൻഹു, മഹാനവറുകൾ തർബിയത്തിന്റെ ശൈഖായിരുന്നു ഹാത്തിമുൽ അസ്വം എന്നവര്. മനുഷ്യ മനസ്സുകളിലെ മാലിന്യങ്ങളെ നിർമാർജനം ചെയ്യാൻ മഹിതമായ സാരോപദേശങ്ങൾ ഉമ്മത്തിന് കൈമാറിയ പ്രഗത്ഭനായ ഒരു പണ്ഡിതന്റെ പ്രഗത്ഭനായ ശിഷ്യൻ ഹാത്തിമുൽ അസ്വം റഹ്മത്തുള്ളാഹി അലൈഹി. ആ സമയം ഹാത്തിമുൽ അസ്വം തങ്ങളുടെ സംഭാഷണവും വർത്തമാനങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ അറിഞ്ഞപ്പോ മഹാനായ ആസിം ഇബ്നു യൂസുഫ് റഹ്മത്തുള്ളാഹി അലൈഹി കൂടെയുള്ള ആളുകളോട് ചെന്ന് ചോദിച്ചു, ഈ വാദ പറയുന്ന ആളിന്റെ നിസ്കാരം എങ്ങനെയുണ്ട്, നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഹാത്തിമുൽ അസ്വം തങ്ങളോട് ഇദ്ഹബൂ ബിനാ നസ്അലുഹു അൻ സ്വലാത്തിഹി, ഹാത്തിമുൽ അസ്വം എന്നവരുടെ പ്രാർത്ഥന എങ്ങനെയാണെന്ന് നോക്കാം. അങ്ങനെ ഞങ്ങൾ ചെന്നു. മഹാനായ ആസിം ഇബ്നു യൂസുഫ് എന്നവർ പറയുന്നു, ഹാത്തിമുൽ അസ്വം തങ്ങളോട് ഞങ്ങൾ ചോദിച്ചു, യാ ഹാത്തിമു ജിനാ നസ്അലുക അൻ സ്വലാത്തിക, നിങ്ങളുടെ നിസ്കാരത്തിന്റെ മഹത്വം, നിങ്ങളുടെ നിസ്കാരത്തിന്റെ അനുഭവം എന്താണ്, ഒന്ന് പറഞ്ഞു തരൂ. നല്ലൊരു ചോദ്യം. മഹാനായ ഹാത്തിം എന്നവരെ ആ ചോദ്യത്തെ ഒന്ന് വിശദീകരിച്ചു കൊടുത്തു. അവർ ചോദിച്ചത് അവരുദ്ദേശിക്കാത്ത മാനം മഹാനവറുകൾ ചേർത്ത് വെച്ചു കൊടുത്തു. അൻ അയ്യി ഷൈഇൻ തസ്അലുനി ആഫാകല്ലാഹ്, നിങ്ങൾ എന്താണ് എൻ്റെ നിസ്കാരത്തിൽ അറിയാൻ ആഗ്രഹിക്കുന്നത്? അൻ മഅരിഫതിഹാ, നിസ്കാരം എങ്ങനെയാണെന്ന് അറിയലാണോ? ഔ അൻ തഅദിയതിഹാ, അത് എങ്ങനെയാണ് നിർവഹിക്കേണ്ടതെന്നറിയലാണോ? പറഞ്ഞത് രണ്ടും ഞങ്ങൾക്ക് അറിയണം, നിങ്ങൾ പറഞ്ഞു തരൂ. മഹാനായ ഹാത്തിം എന്നവർ വിശദീകരിക്കാൻ പോകുന്നു. തഖൂമു ബിൽ അംർ, തഖൂമു ബിൽ അംരി, അല്ലാഹു പറഞ്ഞ പോലെ വുദൂ ചെയ്ത് ഖിബലയിലേക്ക് മുന്നിട്ട് വൃത്തിയുള്ള വസ്ത്രം ധരിച്ച്, വൃത്തിയാവണം. ഇപ്പം നമ്മൾ നമ്മുടെ ഗാരേജുകളിൽ, ഗാരാഷ് എന്നാണ് അത് വായിക്കേണ്ടതെന്ന് പറയാറുണ്ട്, ഗാരേജ് എന്ന് എഴുതിയാലും അല്ലാഹു അലം, നമ്മൾ ഭാഷാ പണ്ഡിതന്മാർ തീരുമാനിക്കും. ചെറുപ്പക്കാരൊക്കെ കയ്യുമ്മ ഗ്രീസ് ഉണ്ട്, ഇപ്പം നിസ്കരിക്കാൻ പറ്റൂല, കൈ ആകെ 8 മണിക്കാണ് വരിക, 2 മണിക്ക് കഴുകി കൈകാല് കഴുകി പോക്ക് തുടങ്ങും. അതിൻ്റെ ഇടയ്ക്ക് 1 മണിക്കൂർ ലഞ്ച് ബ്രേക്ക്, 1/4 മണിക്കൂർ സ്നാക്ക് ബ്രേക്ക്, പിന്നെ എപ്പോഴവൻ പെയിൻ്റ് അടിക്കുക, എപ്പോഴാണ് പിന്നെ അവൻ പണിയെടുക്കുക? സുബ്ഹാനല്ലാഹ്. എന്നിട്ട് നിസ്കാരമില്ല. അത് അത്ഭുതം. പാട്ടും കേട്ടിരിക്കുക, ചെവിയിൽ പ്ലഗ് ചെയ്തിട്ട് ഇങ്ങനെ കിടക്കുക. പോകുന്ന നേരത്തെ കഴുകി പോകുന്നില്ലേ? അത് കഴുകാനുള്ള മെറ്റീരിയൽ നിന്റെ കയ്യിലുണ്ട്, ഒന്ന് കഴുകി നീ നിസ്കരിച്ചോ. നമ്മൾ ആരെങ്കിലും അങ്ങനെ ചോദിക്കാറുണ്ടോ നമ്മുടെ മുസ്ലിം മക്കളോട്, ജോലിക്ക് വരുന്നവരോട്, മക്കൾ നിസ്കരിക്കുന്നുണ്ടോ? നിസ്കരിക്കണ്ടേ? ആ മകൻ ഒരുപക്ഷെ നിസ്കാരം തുടങ്ങുന്നത് നിങ്ങൾ തഖൂമു ബിൽ അംർ, വുദൂ എടുത്ത് വരുമ്പോൾ മടമ്പിന്റെ ഭാഗത്ത് വെള്ളം ചേരാതെ നടന്ന ഒരു സ്വഹാബിയുടെ കാലിലേക്ക് നോക്കിക്കൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, വൈലുൽ ലിൽ അഖാബി മിനന്നാർ. നിസ്കരിക്കുമ്പോൾ വുദൂ ചെയ്യുമ്പോൾ കാലിന്റെ മടമ്പ് നനക്കാതെ വരുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ ശിക്ഷയുണ്ട് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൃത്യമായും ആ കഴുകാൻ പറഞ്ഞ ഭാഗങ്ങൾ നനഞ്ഞിരിക്കണം. അതന്നെ, അത് എന്താ അതിന്റെ ഹിക്മത്ത്? അല്ലാഹു അലം. ഇത് അല്ലാഹുവിന്റെ നിർബന്ധമായ തീരുമാനമാണ്. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അല്ലാഹുവേ നീ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും, നീ എനിക്ക് കൂലി നൽകും എന്ന പ്രതീക്ഷയിലാണ് നിൽക്കേണ്ടത്. സുന്നത്ത് നിർവഹിക്കുക, ബാങ്കും ഇഖാമത്തും കൊടുക്കുക. തക്ബീർ, നമ്മൾ തക്ബീർ ചെല്ലുന്നത് എന്തിനാ ചെല്ലണത്? അല്ലാഹു അക്ബർ. എന്നാലും കയ്യടിക്കുന്നതിനെക്കാട്ടും നല്ലത് തന്നെയാണ്. അൽഹംദുലില്ലാഹ്. കയ്യടിക്കേണ്ട, തസ്ഫീഖ് നബി ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു വലുതാണെന്നല്ലേ ഇതിനർത്ഥം. ഇതെന്റെ റബ്ബിന്റെ നിദർശനമാണ്. അല്ലാഹുവിനെ മഹത്വപ്പെടുത്തിയാണ് അല്ലാഹു അക്ബർ. നിസ്കാരത്തിൽ ശ്രദ്ധ വരുന്നില്ലെന്ന് പറയുന്നവർക്ക് മറുപടിയാണ് മഹാനായ ഹാത്തിമുൽ അസ്വം തങ്ങളുടെ ഈ വാക്കുകള്. ഖുർആൻ മനോഹരമായിട്ടാണ് നിങ്ങൾ ഓതേണ്ടത്. കൂട്ടത്തിൽ എൻ്റെ സുഹൃത്തുക്കളായ ഉസ്താദുമാരോട്, കൂട്ടുകാരായ മുതഅല്ലിമീങ്ങളോട് പറയട്ടെ, യാസീൻ ഓതുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സൂറയാണ് യാസീൻ, അല്ലേ? ഖൽബുൽ ഖുർആൻ, ഖുർആനിൻ്റെ ഹാർട്ടാണ്. ഹാർട്ട് പോയാൽ കഴിഞ്ഞില്ലേ? അത് ചടപടാന്ന് വെച്ച് ഓതരുത്. അത് മരിച്ചൊരു മയ്യത്തിന് വേണ്ടി ഹദിയ ചെയ്യുന്ന ഓത്താവട്ടെ, പള്ളിയിൽ ദിക്റിൻ്റെയും
സ്വലാത്തിൻ്റെയും മജ്ലിസുകൾ ചെല്ലുന്ന യാസീനോത്താവട്ടെ, നന്നായി ഓതാനറിയുന്ന ഒരാളെങ്കിലും മൈക്കിൽ വന്നിട്ട് മനോഹരമായിട്ട് ഓതട്ടെ, കൂടുള്ള ആളുകൾ ശരിക്കും ഓതട്ടെ. ഇത് യാസീനുൽ ഖുർആനിലൊക്കെ ഇന്നക മിനൽ മുർസലീൻ. എന്ത് റബ്ബേ, ഇങ്ങനെയാണോ ഓതേണ്ടത്? സൂറത്തുൽ ഫാത്തിഹ ഉസ്താദ്മാരൊക്കെ ദയവ് ചെയ്ത് തിരക്കുണ്ടാവും, എന്നാലും ആ ഖുൽ ഹുവല്ലാഹു അഹദും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും മനോഹരമായിട്ട്, അത് ചിലർക്ക് അങ്ങനെയാണ് ഒറ്റ ശ്വാസത്തിൽ ഫാത്തിഹ ഓതാൻ അറിയും, നിർത്തിയിട്ട് മെല്ലെ മെല്ലെ ഓദിക്കാന്ന് പറഞ്ഞാൽ പഴക്കും. അതങ്ങനെ ശീലിച്ചത്. പിന്നെ എന്ത്, യാസീനൊക്കെ പതുക്കെ ഓതിയ പഴക്കണ എത്ര ആൾക്കാരുണ്ടെന്നറിയോ? കാരണം ആ സ്പീഡ് പോകുമ്പോഴേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ കിട്ടൂല, ശീലിച്ചു പോയി. നമ്മളങ്ങനെ ആരും ശീലിപ്പിക്കല്ലേ, നമ്മുടെ ശീലങ്ങൾ മാറ്റം ചെയ്തേക്ക്. വിശുദ്ധ ഖുർആനിനെ തഖറഉ ബിത്തർതീൽ മനോഹരമായിട്ടാണ് ഓതേണ്ടത്. ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണെങ്കിലും നല്ല ചുരുക്കൽ ഓതിക്കൂടെ? അള്ളാഹുവിൻ്റെ ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ പരിശുദ്ധമായ പാരായണം നടക്കുമ്പോഴാണ് ആകാശലോകത്ത് നിന്ന് ആയിരക്കണക്കിന് വിളക്കുമായി വളരെ മനോഹരമായൊരു മേഘം ഇറങ്ങി വന്നത്. ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സൂറത്തുൽ കഹ്ഫ് ഓതുമ്പോഴാണത്. നിങ്ങളുടെ ഖിറാഅത്തിന്റെ മധുരം കണ്ടപ്പോൾ അള്ളാഹുവിൻ്റെ മാലാഖമാർ ഇറങ്ങി വന്നതാണ്. നിങ്ങൾ നേരം പുലരുന്നവരെ അത് ഓതിയിരുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ മലക്കുകളെ അവർക്ക് കാണാൻ കഴിയുമായിരുന്നുവെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഫാത്തിഹ ഏത് സൂറത്താവട്ടെ മനോഹരമായിട്ട് ഓതുക. തഖറഉ ബിത്തർതീൽ, നിസ്കാരത്തിൽ നിർബന്ധമായും അള്ളാഹുവിനോട് ഭയപ്പാടോടുകൂടെ യജമാനനായ ഉടമസ്ഥനായ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരടിമ മുട്ടുമടക്കി നിൽക്കുന്ന പോലെ നിങ്ങൾ ഊര വളച്ച് അള്ളാഹുവിൻ്റെ മുമ്പിൽ മുട്ടുപിടിച്ച് അള്ളാഹുവിൻ്റെ മുമ്പിൽ എളിമയോടുകൂടെ നിൽക്കുന്ന നൃത്തമാണത്. നമ്മൾ അങ്ങനെ ആലോചിക്കാറുണ്ടോ? ഒരു രാജാവിൻ്റെ മുമ്പിൽ ഒരു അടിമയെ ഉടമസ്ഥൻ വണങ്ങട എന്ന് പറയുമ്പോൾ നിൽക്കുന്ന ഒരു വണക്കത്തിനെങ്കിലും ഒരു പേടി ഉണ്ടാവും. അള്ളാഹിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്കങ്ങനെ തോന്നുന്നുണ്ടോ? ഉമ്മിനെ ആ റുക്കൂയിൽ നമുക്ക് ആ രസം തോന്നുന്നുണ്ടോ? ഞാൻ എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ വണങ്ങുകയാണ്. അല്ലാഹുവേ, ഞാൻ എല്ലാറ്റിനേക്കാളും നിസ്സാരമാണ് റബ്ബേ, നിന്റെ മുമ്പിൽ ഞാൻ ആരുമല്ല, ഒന്നുമല്ല. മുഖമുയർത്തി നടക്കുന്ന മനുഷ്യന്റെ ആ മുഖമാണ് മണ്ണിലേക്ക് വെക്കുന്നത് സുജൂദിന് വേണ്ടി. 7 ഹർഫുകളിലാണ് സുജൂദ് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നെറ്റിയും 2 കൈപ്പള്ളകളും കാലിൻ്റെ മുട്ടുകളും 2 കാലിൻ്റെ വിരലുകളും ഖിബിലയിലേക്ക് ചേർത്ത് വെച്ച് വളരെ മനോഹരമായി വിനയത്തോടെ കിടക്കുന്ന കിടത്തമാണത്. പച്ച മണ്ണിൽ സുജൂദ് ചെയ്താൽ അല്ലേ, ജുഅലതിൽ അർളു മസ്ജിദൻ വതഹൂറാ, അല്ലാഹുവിൻ്റെ ഭൂമി ലോകം അല്ലാഹുവിനിക്ക് മസ്ജിദായും നിസ്കരിക്കാൻ പറ്റുന്ന സ്ഥലമായും ശുദ്ധിയുള്ളതായും അല്ലാഹു മാറ്റി തന്നിരിക്കുന്നു എന്ന് പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റു അമ്പിയാക്കന്മാർക്കില്ലാത്ത ഹബീബിന് പ്രത്യേകമായി അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട്, വജുഅലതിൽ അർളു മസ്ജിദൻ വതഹൂറാ. ഇവിടെ നിസ്കരിക്കാൻ പറ്റുമോ? ഖിബിലയിലേക്ക് തിരിഞ്ഞ് കാര്യമായ നജസൊന്നും കാണില്ല, നിസ്കരിച്ചോ, ഒരു കുഴപ്പമില്ല. പെണ്ണുങ്ങൾക്കുണ്ട് വസ്വാസത്തിൽ, ഒരു നായ ഇങ്ങോട്ട് പോയിട്ടുണ്ടാവുമല്ലോ, നീ കണ്ടോ? ഇല്ല, ഞാൻ നിസ്കരിച്ചോ, ഒരു കുഴപ്പമില്ല. അവിടെ നജസ്സുണ്ടോ? ഇല്ല, ഞാൻ നിസ്കരിച്ചോ. ഉണ്ടാവുമല്ലോ, നീ കണ്ടോ? വസ്വാസം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. സുബ്ഹാനല്ലാഹ്. ജുഅലത് ലിയൽ അർളു മസ്ജിദൻ വതഹൂറാ. ആ പരിശുദ്ധമായ മണ്ണിൽ നമ്മൾ തലവെക്കുമ്പോൾ തോന്നുന്ന ഒരു തോന്നലുണ്ട്. അതൊരു പക്ഷേ എയർ കണ്ടീഷൻ ചെയ്ത് നമ്മുടെ പള്ളിൻ്റെ ഉള്ളിലും കാർപ്പറ്റിലൊക്കെ സുജൂദ് ചെയ്യുമ്പോഴേ ആ മണ്ണിൽ വെക്കണ രസം കിട്ടിക്കൊള്ളണമെന്നില്ല. നമ്മുടെ സുജൂദിൻ്റെ അർത്ഥം കൂടെ മറന്നു പോവുക. ഏതെങ്ങനെ ഒരു പണി, ഇമാമ കുമ്പിട്ടിക്കണേ, നമ്മളും കുമ്പിട് തന്നെ. ഞാൻ എൻ്റെ തല ഉയർത്തിപ്പിടിച്ച് നടക്കുന്ന ഈ സാധനം മണ്ണിലേക്ക് വെക്കുകയാണ്, എൻ്റെ തല താഴെയാണ്. സുബ്ഹാനല്ലാഹ്, ഞാൻ നിന്റെ താഴെയാ റബ്ബേ, ഞാൻ ഏറ്റവും താഴെയാ. അപ്പ പറയുന്ന ദിക്റെന്താ? സുബ്ഹാന റബ്ബിയൽ അഅ്ലാ, നീ ഏറ്റവും മീതയാണ്. ആ ദിക്റിന്റെ ബന്ധം നോക്കൂ. നമ്മൾ താഴെയാണ്, അല്ലാഹു മീതയാണ്. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ. വതർഫഉ ബിസ്സുന്ന, ഹബീബായ നബി തങ്ങൾ പറഞ്ഞ പോലെ പരിശുദ്ധമായ സുന്നത്തുകൾ പാലിച്ചുകൊണ്ട് നിങ്ങൾ എഴുന്നേൽക്കുന്നു. വതഷ്ഹദു ബിൽ ഇഖ്ലാസ്,
അല്ലാഹുവിന് മാത്രം മനസ്സുകൊടുത്ത് അത്തഹിയാത്ത് ചൊല്ലുന്നു. വതുസല്ലിമു ബിർറഹ്മ, ചുറ്റുപാടേക്കും അല്ലാഹുവേ നിന്റെ റഹ്മത്ത് നൽകണമേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, എൻ്റെ വലതു ഭാഗത്തും ഇടതു ഭാഗത്തും എൻ്റെ മുമ്പിലും പിന്നിലുമുള്ള സർവർക്കും സർവരിലും അല്ലാഹുവേ റഹ്മത്ത് ചെയ്യണമേ എന്ന രീതിയിലുള്ള നിസ്കാരം. ഇതാണ് നിസ്കാരത്തെക്കുറിച്ചുള്ള മിനിമം മഅരിഫത്ത്, മിനിമം അറിവ്. ഇങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്. ഇനി എന്താണ് നമ്മൾ, എങ്ങനെയാണ് നിസ്കാരത്തിൽ അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മ വരിക? ഞങ്ങൾ അറിഞ്ഞു ഹാത്തിമേ എങ്ങനെയാണ് നിസ്കാരം എന്ന് മനസ്സിലായി. കൈകെട്ടി നിസ്കാരം തീരുമ്പോഴേക്കും ആലുവയിൽ ട്രിപ്പടിച്ച് വന്നു. റഹ്മാനായ റബ്ബേൻ്റെ ഇടയ്ക്ക് എവിടെയൊക്കെ പോയി വരുന്നു. നമ്മുടെ കുട്ടികളൊക്കെ മാഞ്ചസ്റ്റർ സിറ്റിയിലൊക്കെ പോയിട്ട് വരുന്നത്. നിസ്കാരം സ്വീകരിക്കണേ. നമ്മളൊരു മെമ്മോറാണ്ടം ഒരാൾക്ക് കൊടുക്കുകയാണ്, ഒരു മന്ത്രിക്ക്. സങ്കല്പിക്കുക, ഒരു ഉദാഹരണം പറയാം. ഇത് നിങ്ങളുടെ ഒരു നിവേദനമാണ്. ഇത് ഹുസൈനാജി മന്ത്രിയായി നമ്മൾ സങ്കല്പിക്കുക. അജരെ നിങ്ങൾ വരി. കാര്യമായ ഞങ്ങളുടെ നാട്ടിൽ തുടങ്ങാൻ പോണ വഫിയാക്ക് അല്ലാഹു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ ഈ നിവേദനം തരാം. അത് ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ, നിങ്ങൾ മന്ത്രിയാണ് കേട്ടോ, എന്നാ പിടിച്ചോളി. ഇങ്ങനെ ഞാൻ കൊടുത്താൽ, ഞാൻ ഇങ്ങനെ വളരെ ഭവ്യതയോടുകൂടെ ഏൽപ്പിച്ചാൽ, ഏതാണ് ഇപ്പോൾ മന്ത്രി സ്വീകരിക്കുക? ഇങ്ങനെ മുഖം തിരിച്ച് അള്ളാഹുവിനെ നോക്കാതെ. റബ്ബ് അള്ളാഹു പുറത്തു തരട്ടെ. എത്രയോ നിസ്കാരങ്ങൾക്ക് നമ്മൾ അള്ളാഹുവിനോട് തൗബ ചെയ്യേണ്ടി വരുന്ന നിസ്കാരങ്ങൾക്ക് തൗബ ചെയ്യേണ്ടി വരും. റബ്ബേ, ഞാൻ ചെയ്തത് മഹാ മോശമായി പോയില്ലേ? ഒരു VIP യോട് ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ട് മുഖം നോക്കാതെ ഞാൻ പോകുന്നില്ലേ? ചെയ്യാൻ പാടുണ്ടായിരുന്നോ അത്? എത്ര ഇസ്തിഗ്ഫാറുകൾക്ക് നമുക്ക് ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടി വരുന്ന, എത്ര ദുആകൾ നമ്മൾ അലസമായി നിന്നതിന് അള്ളാഹുവിനോട് മാപ്പ് പറയേണ്ടി വരും. എത്ര നിസ്കാരം നിർവഹിക്കേണ്ട രീതി പറഞ്ഞിട്ട് പറഞ്ഞു, ഇനി ഞാൻ നിസ്കരിക്കാൻ വരുന്നില്ല കേട്ടോ, ഇനി ഖബറിലേക്ക് പോവുക എന്ന രീതിയിലാണ് ഓരോ വക്തും നിസ്കരിക്കേണ്ടതെന്ന് പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മാത്രം ആലോചിച്ചാൽ അള്ളാഹിനെ പറ്റി പോലെ അവരൊക്കെ നമ്മളൊക്കെ ഫീസും കൊടുത്തിട്ടാണ് തിരിച്ചു പോകുന്നത്. ഈ ഒരിക്കലെങ്കിലും തനിക്കൊരു ഓപ്പറേഷൻ ചെയ്ത ഡോക്ടറെ ചെന്ന് കണ്ടൊരു നന്ദി പറയണം. ഡോക്ടറെ, ഐ റിസർവ് മൈ താങ്ക്സ്, ഒരു നന്ദി പറയേ. അവരൊക്കെ ചെയ്യുന്ന സേവനം വലുതാണ്. ഹൃദയങ്ങളുടെ സർജറി അല്ലേ ഞാൻ ഈ പറയുന്നത്. ഹസനുൽ ബസ്വരിയെ പോലെ ഹാർട്ട് ഓപ്പറേറ്റ് ചെയ്യും. അവർ കൽബിലേക്ക് നോക്കിയിട്ട് പറയും, നിന്റെ കൽബിന് അസുഖമുണ്ട്. കിബിർ, ഹസദ്, അസൂയ, കണ്ടുകൂടായ്മ, നിഫാക്ക്, കാപട്യം, ഇതൊക്കെ നോക്കി പറയാൻ കഴിയുന്ന സ്പെഷ്യലിസ്റ്റുകളാ ഹസനുൽ ബസ്വരി തങ്ങൾ, ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ, ഹാത്തിമുൽ അസമ്മ തങ്ങൾ, ഷഖീഖുൽ ബൽഖി തങ്ങൾ, ഇബ്രാഹിം അദ്ഹം തങ്ങൾ, ഇവരൊക്കെ മഹാന്മാരാ. മുഹമ്മദ് ബിൻ മുൻഖദിർ തങ്ങൾ, യാ അല്ലാഹ്. മഹാനായ ഹാത്തിം എന്നവർ പറയുന്നു, ഫഅലം അന്നല്ലാഹ ഇദാ ഖുംത ഇലൈഹാ ഫഅലം അന്നല്ലാഹ മുഖ്ബിലുൻ അലൈക. ഇനി പറയുന്നത് 1000 ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സത്തയാണ്. ഇത് മാത്രങ്ങൾ ഓർത്താൽ നിങ്ങൾ എല്ലാം മറന്നാലും കുഴപ്പമില്ല. ഈ പറയുന്ന ഒരു പാരഗ്രാഫ് മറക്കല്ലേ. ഇദാ ഖുംത ഇലൈഹാ, നിസ്കാരത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, കാര്യം പറയാം, എണീറ്റ് നിസ്കരിക്കാൻ കഴിയുന്ന ഒരാൾ ഒരിക്കലും ചേരട്ട് നിസ്കരിക്കാൻ പാടില്ല. എണീറ്റ് കുമ്പിടാൻ കഴിയുമെങ്കിൽ അത് സുന്നത്ത് നിസ്കാരം. എണീക്കാൻ പറ്റുന്നവന് ഇരുന്ന് നിസ്കരിക്കുക, കൂലി പകുതി ഉണ്ടാവുള്ളൂ എന്ന് മാത്രം. ഫർളിന് നിന്നേ പറ്റൂ, നിൽക്കാൻ കഴിയൂ. അൽ ഖായിം, നിൽക്കാൻ കഴിവുള്ളവർ നിൽക്കണം. നമ്മളെ പള്ളിയിലൊക്കെ നിരന്തരം ചെയറുകളായി തുടങ്ങി. ഇനിയിപ്പോൾ ചർച്ചുമാരി ബെഞ്ചും ഡെസ്ക് കൊണ്ടേ വരുമെന്നാണ് തോന്നുന്നത്. സുബ്ഹാനല്ലാഹ്. ഒരു കുഴപ്പമില്ല, ചെയറിൽ നിന്ന് നിസ്കരിച്ചിട്ടുണ്ട്, കൂളായിട്ട് ഓടിച്ചാടി നടക്കുക. ഒരു ബാഡ്മിൻ്റൺ കളിക്കാൻ പോവുക, നിസ്കാരത്തിന് എത്തുമ്പോൾ ഊരക്ക് വയ്യ. പ്രായമുള്ള ആളുകളെ സംബന്ധിച്ചല്ല പറയുന്നത്, ആരോഗ്യക്ക് വിഷമുള്ള പ്രയാസമുള്ളവരെ കുറിച്ചല്ല. ഇതൊരു ഫാഷനായിട്ട് കൊണ്ട് നടക്കല്ലേ. ഫർളായ നിസ്കാര, നിൽക്കാൻ കഴിയുന്നവൻ നിന്നേ പറ്റൂ. ഒരു രാജാവിന് മുമ്പ് പോയിട്ട് നമ്മൾ ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കുമോ നമ്മൾ? ഞാൻ ഇരിക്കണില്ല എന്നല്ലേ പറയാം. അള്ളാൻ്റെ മുമ്പിൽ കൂളായിട്ട് ഇരിക്കേ, ഒരു കുഴപ്പമില്ലാതെ. അത് ചെയ്യല്ലേ. ആലോചിച്ചാൽ മതി. നമ്മളെ ചെയ്യുന്ന പണി എന്താണ് ആലോചിച്ചാൽ മനസ്സിലാവും അതിൻ്റെ ഗൗരവതരം എത്രയാണെന്ന്. ഇദാ ഖുംത ഇലൈഹാ ഫഅലം അന്നല്ലാഹ മുഖ്ബിലുൻ അലൈക, നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ ഓർക്കണേ, അള്ളാഹു നിന്റെ മുമ്പിലേക്ക് അള്ളാഹു മുന്നിട്ടിരിക്കുകയാണ്. അങ്ങനെയാണ്. നമുക്ക് ഒരാളോടെ ഒരു സമയത്ത് ഒരു ഡയലോഗ് ചെയ്യാൻ പറ്റൂ. ഒരാളോടെ 1 to 1 അല്ലേ. ഞാൻ ഹുസൈനാജിയോട് സംസാരിച്ചു, ആ സമയത്ത് എനിക്ക് ഡോക്ടറോട് സംസാരിക്കാൻ കഴിയില്ല. അത് നിർത്തിയിട്ട് വേണം പറയാൻ. അള്ളാഹു സൃഷ്ടികളെ പോലെയല്ല. സൃഷ്ടികൾക്ക് 1 to 1 പറ്റൂ. അള്ളാഹു 1 to billion ഒരേ സമയത്ത് അള്ളാഹുവിന് ചെയ്യാൻ കഴിയും. അതാണ് റബ്ബും സൃഷ്ടികളും തമ്മിലുള്ള വ്യത്യാസം. മുഖാലിഫുല്ലിൽ ഹവാദിസ്, അള്ളാഹു സൃഷ്ടികളെ പോലെയല്ല.
അതുകൊണ്ട് കോടിക്കണക്കിന് ആളുകളുടെ ഹിസാബ് വളരെ പെട്ടെന്ന് ഞുടയിട കൊണ്ട് അള്ളാഹു തആല ചെയ്തു തീർക്കും. കോടിക്കണക്കിന് ആളുകളോട് ഒരേ സമയം 1 to 1 അള്ളാഹുവിന് കൺവേഴ്സ് ചെയ്യാൻ കഴിയും. ഇതാണ് അള്ളാഹു ജല്ല ജലാലു. അള്ളാഹുലേക്ക് നമ്മൾ മുന്നിടുമ്പോൾ അറിയണേ, അന്നല്ലാഹ മുഖ്ബിലുൻ അലൈക, അള്ളാഹു തആല നിന്നിലേക്ക് മുന്നിട്ട് നിൽക്കുകയാണ്, നിന്നെ ശ്രദ്ധിക്കുകയാണ്. നിനക്കെന്താണ് പറഞ്ഞിട്ട് പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കരുണാവാരിധിയായ കരുണാനിധിയായ എല്ലാം തന്നവനായ അല്ലാഹുവേ, നിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവാണ് റബ്ബേ നീയാണ് എല്ലാറ്റിനും അന്നവും വെള്ളവും കൊടുക്കുന്നത്. നീയാണ് മനുഷ്യ മക്കൾക്ക് അധ്വാനിക്കാൻ ആരോഗ്യം കൊടുത്തത്. നീയാണ് അവരുടെ കരങ്ങളിൽ അവരുടെ വീടുകളിലേക്ക് മക്കൾക്ക് സ്വന്തത്തിന് ഭക്ഷണം കൊണ്ടു കൊടുക്കാനുള്ള അവസരം നൽകിയത്. നിന്റെ തർബിയത്തില്ല എങ്കിൽ ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയി റബ്ബേ. നീ റബ്ബുൽ ആലമീനാണ്, അർ-റഹ്മാനിർ റഹീം, എന്നാലും നീ കാരുണ്യവാൻ തന്നെ, നീ കരുണാവാരിധിയാണ് റബ്ബേ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, കാരുണ്യവാനായ റബ്ബേ, ഇബാദത്തിന് അർഹനായവൻ നീ മാത്രമാണ് റബ്ബേ. ഒരു മഖ്ലൂക്കിനും മഖ്ലൂക്കിൻ്റെതായ കഴിവില്ല റബ്ബേ. സഹായം നീ നൽകുന്ന സഹായം മാത്രമാണ് തമ്പുരാനെ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ നേരായ വഴിയിലേക്ക് ഞങ്ങളെ നീ വഴി നടത്തണേ തമ്പുരാനെ. സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, എത്രയോ ആളുകൾ സജ്ജനങ്ങളായി ഞങ്ങളുടെ മുമ്പിൽ കടന്നുപോയി, അവരുടെ മാർഗത്തിലേക്ക് എന്നെയും ചേർത്തണേ. ഗൈറിൽ മഗ്ലൂബി അലൈഹിം, നീ ദേഷ്യപ്പെട്ടവരുടെ മാർഗമല്ല റബ്ബേ. വലല്ലാലീൻ, പിഴച്ചുപോയവരുടെ മാർഗവുമല്ല, സജ്ജനങ്ങളുടെ മാർഗത്തിലേക്ക് എന്നെ വഴി നടത്തേണമേ. ആമീൻ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണേ. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. ലം യലിദ് വലം യൂലദ്, അല്ലാഹു ഒരാളെയും പ്രസവിച്ചിട്ടില്ല. അല്ലാഹു ആണെങ്കിലോ ഒരാൾക്കും പ്രസവിക്കപ്പെട്ടവനുമല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, നിനക്ക് തുല്യമായി ആരുമേ ഒന്നുമേ ഈ പ്രപഞ്ചത്തിൽ ഇല്ല റബ്ബേ. ഇറക്കം വിടുമ്പോ സുബ്ഹാനല്ലാഹ് എന്തേന്നറിയോ? സുബ്ഹാൻ അർത്ഥം എന്താ? അല്ലാഹുവേ യു ആർ ട്രാൻസെൻഡ്, അല്ലാഹുവേ നീ ഒരു, അല്ലാഹു അക്ബർ, ബസ്സിലൊക്കെ വെറുതെ ഉള്ളത് അല്ലാഹു അക്ബർ. ആ രണ്ട് പൊസിഷനിലുമുള്ള ദിക്റിന്റെ പ്രത്യേകത നോക്കോ ഇല്ലയോ? അല്ല, ഉയർന്നതിന് മുഴുവൻ സമാ എന്ന് പറയും. അല്ലാഹുവേ നീ ഉന്നതിയിലാണ്, അത്രേ അർത്ഥം കൊടുക്കാൻ പറ്റുള്ളൂ. എന്നാൽ അല്ലാഹു സ്പേസിലാണ് എന്ന് പറയാൻ പാടില്ല. അത് അള്ളാഹിന്റെ സൃഷ്ടിയാണ്. അല്ലാഹു അവന്റെ സൃഷ്ടികളിലേക്ക് വരില്ല. വഅലം ബിഅന്ന ജിഹത തസ്ദീഖി ലിഖൽബിക അന്നഹു ഖരീബും മിൻക, അല്ലാഹു നിന്റെ മുമ്പിൽ അള്ളാന്റെ റഹ്മത്ത് കൊണ്ടും ഖുദ്റത്ത് കൊണ്ടും. ഉമ്മമാരെ നിസ്കരിക്കുന്ന ആ നിസ്കാര റൂമുകൾ അള്ളാഹുവിൻ്റെ സാന്നിധ്യം, അള്ളാഹു മുമ്പിലുണ്ട്. ആലോചിച്ച് നോക്കൂ, അള്ളാഹു അരികത്തുണ്ട്. ഖാദിർ, നമ്മളുണ്ടോ ആരുണ്ട് എന്നറിയില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്നെ പറ്റുമോ എന്നറിയില്ല. ആയുഷൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നടത്താം. അങ്ങനെ പറഞ്ഞക്കേടാണ്. ഉസാമ റളിയല്ലാഹു അഫാനല്ലാഹ്, അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. എന്താ ചെയ്യാൻ? ഫഇദാ റകഅത ഫലാ തുഅമ്മിലൻ, നമ്മുടെ വലതു ഭാഗത്ത് സ്വർഗ്ഗമാണെന്ന് നിങ്ങൾ ചിന്തിക്കണേ. ശരിക്കാണ് നമ്മൾ സ്വർഗ്ഗവാതിലുകൾ തുറന്നു കിടക്കുകയാണ്. കത്തിയാളുന്ന നരകവാസികളുടെ ആർത്തനാദ. പരിശുദ്ധമായ ഹബീബിന്റെ ഹദീസിൽ വന്ന മറിയമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ മനോഹരമായി പരിചയപ്പെടുത്തിയ സിറാത്തിന്റെ മീതയാണ് ഞാൻ നിൽക്കുന്നത് എന്ന് ഓർമ്മയുണ്ടായിരിക്കാം. ഫഇദാ ഫഅൽത, നീ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഫഅൻത മുസല്ലിൻ, അതാണ് നിന്റെ നിസ്കാരം, അതാണ് നിന്റെ നിസ്കാരം എന്ന് മഹാനായ ഹാത്തിമുൽ അസ്വം റളിയല്ലാഹു അൻഹു. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. കൊടുത്തു മാഷാ അല്ലാ. എല്ലാവർക്കും ഭക്ഷണം ഉണ്ട് അല്ലേ? ഫ്രീ ആണ് അല്ലേ? സമ്മേളനത്തിന് കടല കച്ചവടം നടത്തി, വെള്ള കച്ചവടമൊക്കെ നമ്മൾ വിചാരിക്കുമ്പോൾ സ്വലാത്തിൻ്റെ വാർഷികം കൂടിയാണ്. മാഷാ അല്ലാ, അതൊക്കെ നല്ല കാര്യമല്ലേ? അൽഹംദുലില്ലാ. ഭക്ഷണം പാക്കിങ്ങൊക്കെ ഓക്കെ അല്ലേ? ഈ ചൂടൊക്കെ ആയതുകൊണ്ടേ ഒന്നും കേടുവന്നിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. റാഹത്ത് ബിസ്മിൻ ചൊല്ലി കൊടുത്തേക്ക്. വലതു ഭാഗത്ത് നിന്ന് തുടങ്ങിക്കോളി. ബിസ്മില്ലാ ആരംഭിക്ക്. അൽഹംദുലില്ലാ. അത് ഫ്രീ ആട്ടോ. മാഷാ അല്ലാ, മാഷാ അല്ലാ, ഇത് ഭയങ്കര സംഭവമായല്ലോ. ആരൊക്കെ ഇതിന് സഹായികൾ? അല്ലാഹു അൻഹുവിനോട് ആളുകൾ ചോദിച്ചു, അമാ തസ്ഫീ സ്വലാതിക, ആമിർ ഇബ്നു ഖൈസേ, നിങ്ങൾ നിസ്കരിക്കുമ്പോൾ നിസ്കാരത്തിൽ ഒരു വേറെ ചിന്തയൊന്നും വരില്ലേ? നിങ്ങൾ നിസ്കാരത്തിൽ മറവിയൊന്നും ഉണ്ടാവില്ലേ? നിങ്ങളുടെ നിസ്കാരം അത്ര ശ്രദ്ധയിലാണോ നിങ്ങൾ നിസ്കരിക്കുന്നത്? ഇത് ചോദിച്ചപ്പോ
മഹാനായ ആമിർ ഇബ്നു ഖൈസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മറുപടി, അവ ഹദീസുൻ അഹബ്ബ, മഹ്ബൂബിനോടുള്ള അഭിസംബോധന നമ്മുടെ എല്ലാ ചിന്തകളും മറപ്പിച്ചു കളയുന്നു. അതാണ് കാമുകന്മാരൊക്കെ ഉമ്മയും വാപ്പയും കടന്നുറങ്ങിയാൽ തുടങ്ങണ ഫോണ് പിന്നെ സുബഹി കഴിഞ്ഞിട്ട് അവസാനിക്കുക. എന്താണ് പറയാനുള്ളതെന്ന് ഓൽക്ക് തന്നെ അറിയുള്ളൂ അല്ലേ? കല്യാണം കഴിയണവരെ അല്ലെങ്കിൽ നിക്കാഹ് കഴിഞ്ഞിട്ടുള്ള സംസാരമായിരിക്കും. കല്യാണം കഴിഞ്ഞാൽ പിന്നെ അത്ര ആവേശമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പെണ്ണുങ്ങൾ പറയും, അല്ല നിങ്ങൾ എന്തോ ഒരു ഫോൺ ചെയ്ത മനുഷ്യനാണ്, ഇപ്പം എന്താ ഞാൻ വിളിച്ചിട്ട് എടുക്കണ പോലും ഇല്ലല്ലോ. അപ്പോൾ എല്ലാ തിയറിയും പറഞ്ഞു കഴിഞ്ഞില്ല, ഇനിയിപ്പോൾ എന്താ പറയാനുള്ളത്? കുറച്ചെങ്കിലും ബാക്കി വെക്കാനുണ്ടാവണമെന്ന്. എല്ലാ കഥയും പറഞ്ഞ് തീർക്കരുത്. സീരിയലൊക്കെ അവസാനിപ്പിക്കണ പോലെ ഒരു ചെറിയ ഒരു 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 കൺഫ്യൂഷൻ കൊടുക്കണം. അപ്പോൾ നമ്മുടെ ദീനിൻ്റെ ഒരു പ്രത്യേകത അതാണ്. അതുകൊണ്ടാണ് ഈ കല്യാണം കഴിയേണ്ട മുമ്പ് നിങ്ങൾ തേനെ പൊന്നെ എന്ന് പറഞ്ഞിട്ട് വെറുതെ മറീന ബീച്ചിലും അവിടെ മറൈൻ ഡ്രൈവിലും പോയിട്ട് കറങ്ങണ്ട. കാരണം ആ പറയണതൊക്കെ നുണയാണ്. ആദ്യം പറയാം നമ്മുടെ ഹണിമൂൺ മലേഷ്യയിലാട്ടോ, ഓന് പാസ്പോർട്ട് വരെ വാങ്ങാനുള്ള വകുപ്പുണ്ടാവില്ല. പക്ഷെ പറയുമ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ? പിന്നെ പറയും നമ്മൾ 300 രൂപയ്ക്ക് ചായ കിട്ടേണ്ട കോഫി ഷോപ്പൊക്കെ ഉണ്ടല്ലേ കൊച്ചിയിൽ, നമ്മൾ അവിടെ വന്നിട്ടാകാരം നമ്മുടെ ആദ്യത്തെ കോഫി മീറ്റ്. ആയിക്കോട്ടെ, നടക്കാൻ പോണില്ല എന്ന് അവനും അറിയാം, അവൾക്ക് ഒരു ആഗ്രഹം. കേട്ട് നല്ലതല്ലേ കേൾക്കണത്. ആരോ പണ്ട് ഗൾഫിൽ നിന്ന് പൈസ അയക്കണ കഥ പറഞ്ഞിട്ടില്ലേ, 1,00,000 രൂപയിൽ അമ്മായിമ്മക്ക് ഇത്ര, നിങ്ങൾക്ക് ഇത്ര, അനുജന് ഇത്ര, അതൊക്കെ തരാനാണ് ആഗ്രഹം. പക്ഷെ എൻ്റെ അടുത്ത് ജോലി വരെ ഇല്ല. സുബ്ഹാനല്ലാഹ്. ഈ വക പഞ്ചസാര കലർന്ന വർത്തമാനങ്ങൾ പറയുമ്പോഴേ അതൊന്നും ഹഖീഖത്തല്ല. അതിനാണ് നിക്കാഹ് അവനവൻ്റെതാകണത് വരെ ഇതൊക്കെ പറയുള്ളൂ. അവനവൻ്റെ കയ്യിൽ കിട്ടിയാൽ, വിവാഹം ചെയ്ത് ഇവൾ എൻ്റെ സ്വന്തമാണ് എന്ന് തോന്നിത്തുടങ്ങിയാൽ പിന്നെ ആവേശമൊക്കെ പോവും. അതാണ് ഈ ചാടിപ്പോണ കുട്ടികളൊക്കെ 6 മാസം കഴിഞ്ഞ് വെക്കേഷന് വരുന്ന പോലെ വരുന്നത്. ആ തുടക്കത്തിൽ പോണ ആവേശമൊന്നും ഒരു 6 മാസം 3 മാസം കഴിഞ്ഞാൽ ഉണ്ടാവില്ല. അതുവരെ ഇവർക്ക് തോന്നും, റബ്ബേ ഇവൻ എൻ്റെ ജീവനാണ്, മൈ താരെ തോടുക്കെ ലാവുങ്ക, മൈ ദുനിയ ഘുമാവുങ്ക, മൈ തുമേ ചാന്ദിലെ ജാവുങ്ക, അങ്ങനെയൊക്കെ പറയാം. അതൊക്കെ വെറുതെ പറയാം. ഓട്ടോറിക്ഷ വെച്ചിട്ട് അങ്കമാലിക്ക് പോകാൻ വകുപ്പുണ്ടാവില്ല. പക്ഷെ ഈ വർത്തമാനങ്ങളാ പറയാ. അതുകൊണ്ടാണ് അള്ളാഹു ചാല അത് വേണ്ട, ആ വക സോഫ്റ്റ് കോർണറും സ്നേഹവും പ്രേമവും അതൊക്കെ എടുത്തു വെച്ച് കല്യാണം കഴിഞ്ഞ് നിന്റെ ഭാര്യയോട് അവൾ നിൻ്റേതാണെന്ന് ബോധ്യപ്പെടുമ്പോൾ സത്യസന്ധമായി നടക്കണത് പറഞ്ഞാൽ മതി. കാരണം കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഇത് പറഞ്ഞാൽ കുടുങ്ങിപ്പോവും. കാര്യം നടക്കണിൻ്റെ മുമ്പ് അതൊക്കെ പറയാം. നടന്നു കഴിഞ്ഞാൽ പിന്നെ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടണം. അതുകൊണ്ടാണ് അള്ളാഹു നിക്കാഹിൻ്റെ മുമ്പ് ഇതുപോലെയുള്ള കാര്യങ്ങൾ, ഡേറ്റിംഗ്, ഇതുപോലെയുള്ള ഫ്രണ്ട്ഷിപ്പ് പാടില്ലെന്ന് പറയാൻ കാരണം അത് വഞ്ചനയാണ്. പ്രേമിച്ചവർ നടക്കുന്ന നടത്തം കണ്ട അത് മനസ്സിലാവും. നോക്കണം, മെഹബൂബിനോട് സംസാരിച്ചാൽ പിന്നെ ആർക്ക് മടുപ്പ് വരും? മഹാനായ ആമിർ ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു പറയാ, നിസ്കരിക്കുമ്പോൾ മടുപ്പ് തോന്നി, ഞാൻ എൻ്റെ മെഹബൂബായ റബ്ബിനോടാണ് സംസാരിക്കുന്നത്. ഒരു മെഹബൂബിനോട് സംസാരിക്കുമ്പോൾ ആർക്കെങ്കിലും മടുപ്പുണ്ടാവോ? ഇല്ലല്ലോ. പിന്നെ എങ്ങനെ എനിക്ക് മടുപ്പ് വരാന്ന് ചോദിക്കേ? ഞാൻ ഓതുന്നത് അള്ളാഹുവിൻ്റെ വചനമല്ലേ? ആ വചനത്തെക്കാളും മധുരമുള്ള വല്ലതും ഈ ലോകത്തുണ്ടോ? ഞാൻ അതല്ലാതെ മറ്റൊന്നൊന്ന് ചിന്തിക്കാൻ എന്ന് ആമിർ ഇബ്നു ഖൈസ് റളിയല്ലാഹു തആല അൻഹു കൊടുത്ത മറുപടിയാണിത്. ആ മധുരം അറിഞ്ഞപ്പോഴാണ് മുസ്ലിം ഇബ്നു യസാർ റഹ്മത്തുള്ളാഹി അലൈഹി, നമ്മുടെ താബിഈങ്ങളുടെ കാലത്ത് കഴിഞ്ഞു പോയ അതാ ഇബ്നു യസാർ എന്ന് പറയുന്ന സഹോദരനുണ്ട്, മുസ്ലിം ഇബ്നു യസാർ. രണ്ടുപേരും പ്രഗത്ഭരായ പണ്ഡിതന്മാർ. ലാ യൽതഫിതു ഫീ സ്വലാത്തി, നിസ്കാരത്തിൽ എന്ത് സംഭവിച്ചാലും തിരിഞ്ഞു നോക്കാത്ത ആളായിരുന്നുവെന്ന് മനസ്സിലായത് ബഗ്ദാദിലെ പള്ളി പൊളിഞ്ഞു വീണപ്പോൾ, പള്ളിയുടെ ഒരു ഭാഗം പൊളിഞ്ഞു വീണ് പള്ളിയിലെ മുഴുവൻ ആളുകളും സ്ട്രീറ്റിലേക്ക് ഇറങ്ങി ഓടിയപ്പോൾ മഹാനായ മുസ്ലിം ഇബ്നു യസാർ എന്നവര് ആ പള്ളിയുടെ പതനത്തിന്റെ ഘോട്ടുകളും പറയും, ഇനി നമുക്ക് ഉറക്ക വർത്തമാനം പറയാം, ഇനി നമുക്ക് ഉറക്ക ചിരിക്കാം. എന്തേ? നമ്മൾ വർത്തമാനം പറഞ്ഞാൽ വാപ്പ കേൾക്കാൻ പോണില്ല. നമ്മളെന്താ പറയുക? നിസ്കരിക്കട്ടോ, മുണ്ടല്ലേ വാപ്പ നിസ്കരിക്കുക. എന്തേ? മകനൊരു തമാശ പറയുമ്പോൾ വാപ്പ നിസ്കാരം മുറിഞ്ഞു പോകും. കേൾക്കുന്നത് മുഴുവൻ നിസ്കാരത്തിലുള്ള ആരെങ്കിലും വർത്താനം, അപ്പോൾ നീ എപ്പോഴാടോ കേട്ടത്? ഞാൻ നിസ്കരിക്കുമ്പോഴങ്ങളാ പറഞ്ഞതൊക്കെയാണ്. സുബ്ഹാനല്ലാഹ്, എന്ത് നിസ്കാരം! മഹാനായ മുസ്ലിം ഇബ്നു യസാർ എന്നവർ പറയാ, മക്കളോട് പറയും, പിന്നെ മക്കളെ നിങ്ങൾക്ക് വേണ്ട കഥയൊക്കെ പറഞ്ഞു കേട്ടോ, ഞാൻ നിസ്കരിക്കാൻ നിൽക്കുക, ഞാനത് കേൾക്കാൻ പോണില്ല. അതൊരു കോൺസെൻട്രേഷൻ അല്ലേ? നമ്മൾ ഒരുപാട് ട്രെയിനിങ് കൊടുക്കും. നമ്മുടെ ബഷീർ മാഷൊക്കെ ഒരുപാട് ട്രെയിനിങ് കൊടുക്കുന്ന ആളാണ്. നമുക്ക് മനസ്സിൻ്റെ കോൺസെൻട്രേഷൻ കിട്ടാൻ ഇത്രയും മനോഹരമായ സംഭവങ്ങളുണ്ടോ? അത്ഭുതമല്ലേ? ഇങ്ങനെ നമ്മൾ അത്ഭുതപ്പെടില്ല. പെൺകുട്ടി അല്ലേ, കഴിഞ്ഞു പോയ രാഷ്ട്രപതിമാരുടെ മുഴുവൻ പേര്, പ്രധാനമന്ത്രിമാരുടെ മുഴുവൻ പേര്, എല്ലാ നദികളുടെ പേര്,
അപ്പോൾ കുട്ടിയോട് ചോദിക്കുന്നുണ്ട്, മോളെ എങ്ങനെയാ? എനിക്കറിയില്ല അല്ലേ. അപ്പോൾ എൻ്റെ സുഹൃത്ത് പറയാ, വാദൊക്കെ കേൾക്കുമ്പോഴേ അഹ്മദ് ബിൻ ഹംബൽ എന്നവർ 7 ലക്ഷം ഹദീസ് അല്ലെങ്കിൽ 10 ലക്ഷം ഹദീസ്, ഇമാമുന ശാഫിഈ തങ്ങൾ സനദടക്കം 10 ലക്ഷം ഹദീസ് മനപ്പാടമാക്കി ഇതൊക്കെ പറയുമ്പോൾ ഇതൊക്കെ നടക്കുമെന്ന് തോന്നിയിരുന്നു. ഈ കുട്ടിയുടെ കഥ കണ്ടപ്പോൾ മനസ്സിലായി, ഇതുപോലെ അള്ളാഹു കൊടുത്ത മൗഹിബത്ത്, അള്ളാഹു നൽകുന്ന ദാനമായ മെമ്മറി ഇതുണ്ടെങ്കിൽ എന്ത് പ്രയാസം, എന്ത്. മുസ്ലിം ഇബ്നു യസാർ എന്നവർ അങ്ങനെയാണ് പരിശുദ്ധമായ നിസ്കാരത്തിൻ്റെ മധുരമറിഞ്ഞപ്പോൾ പള്ളി പൊളിഞ്ഞ് തകർന്നു വീണത്, അറിയാതെ പോയത്. അത് സാധ്യമാണ്. മഹാനായ മഅ്മറുൽ മുഅദ്ദിൻ എന്ന് പറഞ്ഞ പരിശുദ്ധമായ സുലൈമാനു തൈമി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പരിശുദ്ധമായ മസ്ജിദിൽ മുഅദ്ദിനായിരുന്ന മഅ്മറുൽ മുഅദ്ദിൻ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനായ സുലൈമാനു തൈമി തങ്ങൾ ഓതുന്ന തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا. വളരെ മനോഹരമായി എല്ലാ രാത്രികളിലും അത് ഓതുന്നവർക്ക് ഖബറിന്റെ ശിക്ഷയുണ്ടാവില്ലെന്ന് ഹബീബായ നബി തങ്ങളുടെ ഹദീസുകളിലുണ്ട്. സൂറത്തു തബാറക മഹാനായ സുലൈമാനു തൈമി തങ്ങൾ അവിടുത്തെ പള്ളിയിൽ വെച്ച് ഓതാൻ തുടങ്ങിയപ്പോൾ മഹാനവറുകൾ 27-ാമത്തെ ആയത്ത് ഫലമ്മാ റഅൗഹു സുൽഫതൻ സീഅത് വുജൂഹുൽ ലദീന കഫറൂ, അപ്പുറത്ത് ഓതാൻ പറ്റിയില്ല. ഫലമ്മാ റഅൗഹു സുൽഫ ഫലമ്മാ റഅൗഹു സുൽഫതൻ സീഅത് വുജൂഹുൽ ലദീന കഫറൂ. കാഫിറുകളായ ആളുകൾക്ക്, ദൈവനിഷേധം നടത്തിയ ആളുകൾക്ക്, നിരീശ്വരവാദം പറഞ്ഞു നടന്ന ആളുകളുടെ മുമ്പിലേക്ക് അള്ളാഹു നരകത്തെ കൊണ്ടുവന്ന് കാഴ്ചവെക്കുമ്പോൾ, ആ നരകത്തിലേക്കാണ് അവർ പോകാൻ നിൽക്കുന്നതെന്ന് കണ്ണുകൊണ്ട് കാണുമ്പോൾ അവരുടെ മുഖത്ത് വരുന്ന വളരെ ഭ്രാന്തമായ ഭീതിജനകമായ ആ ഭാവപ്രകടനമാണ് അള്ളാഹു ഈ സൂറയിലെ ഈ കൊച്ചു വാക്കുകളിൽ പറയുന്നത്. നരകം കാണുമ്പോൾ അവർ പേടിച്ചു പോകും. ആ ആയത്തിങ്ങനെ ഓതി അവിടെ തന്നെ നിന്ന് കരയുന്നു. ഫലമ്മാ റഅൗഹു സുൽഫ സീഅത് വുജൂഹുൽ ലദീന കഫറൂ. കാഫിറുകളായ ആളുകളുടെ മനസ്സ് വേദനിക്കുന്ന മുഖം വിവർണമാകുന്ന രംഗം. മഹാനായ സുലൈമാനി തൈമി തങ്ങള് ആ സൂറത്ത് ഓതിയിട്ട് വരും, ഒന്ന് തീരട്ടെ എന്ന് വിചാരിച്ച് പള്ളിയുടെ മുക്രിക്കയായ മഹാനായ മഅ്മറുൽ മുഅദ്ദിൻ എന്നവരെ ഒരുപാട് നേരം കാത്തുനിന്ന് മഹാനവറുകൾ ഓത്ത് നിർത്താതെ വന്നപ്പോൾ മഹാനവറുകൾ വീട്ടിലേക്ക് തിരിച്ചുപോയി. ആ പള്ളിയിൽ മഹാനായ ഇബ്രാഹിം തൈമി തങ്ങളുണ്ട്. മുസാഹബ് പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. സുബഹി ബാങ്ക് കൊടുക്കാൻ ഒരു ഉറക്കം കഴിഞ്ഞ് വരുമ്പോൾ മഹാനായ സുലൈമാൻ തൈമി ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഫലമ്മാ റഅൗഹു സുൽഫതൻ സീഅത് വുജൂഹുൽ ലദീന കഫറൂ. അതിനപ്പുറത്തേക്ക് ഓതാൻ കഴിയുന്നില്ല. നോക്കുമ്പോൾ 6-7 മണിക്കൂർ നേരം ആ ഒരറ്റായത്തിനെ കുറിച്ച് മഹാനായ ഇബ്രാഹിം തങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. മഹാനായ ഇബ്രാഹിം തൈമി തങ്ങളോട് സുബഹിക്ക് വാങ്ക് വിളിക്കട്ടെ എന്ന് പറഞ്ഞു ചോദിക്കുമ്പോഴാണ് മഹാനായ സുലൈമാൻ തൈമി തങ്ങൾ അറിയുന്നത് രാത്രിയുടെ മണിക്കൂറുകൾ കടന്നുപോയത് അറിഞ്ഞുപോയില്ല. മെഹബൂബുമായുള്ള സംസാരത്തിലാണ്, അള്ളാഹുമായുള്ള സംസാരത്തിലാണത്. ഇത് കാമുകന്മാരുടെ സംസാരം പോലെയല്ല. ഇത് ഒറിജിനൽ മെഹബൂബാണ്. ഈ മെഹബൂബ് നിങ്ങളെ വഴിയിലിട്ട് ഓടിപ്പോവില്ല. ഈ മെഹബൂബ് നിങ്ങളെ ഒഴിവാക്കി പോകില്ല. ഈ മെഹബൂബ് നിങ്ങളെ ഒരിക്കലും വഞ്ചിക്കുന്ന മെഹബൂബല്ല. ആ മെഹബൂബിന്റെ വാക്കുകളാണിത്. ഇമാം ഖസാലി തങ്ങൾ പറയാറുണ്ട്, നിങ്ങൾക്കൊരു കത്തൊരാൾ കൊണ്ടു തന്നാൽ പോകുന്ന വഴിക്ക് നിങ്ങളുടെ കുതിരയോ നിങ്ങളുടെ ഒട്ടകമോ സൈഡാക്കിയിട്ട് നിങ്ങൾ ആ കത്ത് വായിക്കാറില്ലേ? ഇന്ന് പറയുകയാണെങ്കിൽ ഒരു മെസ്സേജ് വരുമ്പോൾ, ഫേസ്ബുക്ക് നമ്മുടെ വാട്സപ്പിൽ എന്തെങ്കിലും മെസ്സേജ് വരുമ്പോൾ ബൈക്ക് നിർത്തിയിട്ട്, കാറ് നിർത്തിയിട്ട് നമ്മൾ ചില അർജന്റ് മെസ്സേജുകൾ വായിക്കാറില്ലേ? മഹാനായ ഖസാലി ഇമാം ചോദിക്കുകയാണ്, നിങ്ങൾക്കൊരാൾ കത്ത് കൊടുത്തയച്ചാൽ അത് വഴിയിൽ വെച്ചാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ അതിൻ്റെ വാഹനം വഴിയിലേക്ക് ഒതുക്കി വെച്ച് നിങ്ങൾ ആ കത്ത് വായിക്കാറില്ലേ? അള്ളാഹുവിൻ്റെ 6236 വരികളുള്ള കത്ത് നിങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ട് നിങ്ങളുടെ കൂട്ടുകാരൻ്റെ കത്ത് വായിക്കുന്ന ബഹുമാനം പോലും, ആ ഒരു സമയം പോലും അള്ളാഹുവിൻ്റെ വചനങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുന്നില്ലല്ലേ? എന്താ മുഅ്മിനേ ഈ വാക്കൊക്കെ?
എന്താണ് ഈ ചിന്തകളൊക്കെ? നമ്മൾ ആലോചിച്ച് നോക്കിൻ. ഒരു ജീവിതമേ ഉള്ളൂ കേട്ടോ. യോ ലോ എന്ന ചെറുപ്പക്കാർ പറയാ, അല്ല യോൾട്ട്. ഈ ജീവിതം ഒന്നേ ഉള്ളൂ, ഇനി പരലോക വരാനുള്ളത്. യു ഓൺലി ലിവ് വൺസ്, യോ ലോ. നമ്മൾ യു ഓൺലി ലിവ് ട്വൈസ്. 2 ജീവിതമുണ്ട്, മരിച്ചു കഴിഞ്ഞിട്ട്. പക്ഷെ ഈ ഇബാദത്തിൻ്റെ ജീവിതം ഒന്നേ ഉള്ളൂ. ഇനിയൊരു കർമ്മം ചെയ്യാൻ തിരിച്ചു വരില്ല. ഖബറിൽ കിടക്കുന്ന ആളുകൾ കൊതിച്ചു പോവാൻ. അല്ലാഹുവേ, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ എനിക്ക് സാധിച്ചില്ലല്ലോ. ഞാൻ എത്ര ഫേസ്ബുക്ക് വായിച്ചു, എത്ര വാട്സപ്പ് വായിച്ചു, എത്ര സീരിയൽ കണ്ടു, എത്ര സിനിമ കണ്ടു, എത്ര ന്യൂസ് ചാനൽ വെറുതെ ചർവണം നടത്തി അവർ നടത്തുന്ന ചർച്ചകൾ തിരിച്ചും മറിച്ചും ചാനൽ മാറ്റി കണ്ടു. അതിനിടയിൽ ഒരു പേജ് ഖുർആൻ ഓതാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ റബ്ബേ. അപ്പോഴേക്കും നീ എന്നെ കൊണ്ടുപോയല്ലോ. ഇനിയൊരു അവസരം തരുമോ? യാ ലൈതഹാ കാനതിൽ ഖാദിയാ. പരലോകത്തേക്ക് വരുമ്പോൾ ദുന്യാവിൽ മരിച്ചുപോയ മരണത്തോടെ എല്ലാം തീർന്നിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു പോകുന്നു. അല്ലാഹുവിന്റെ മറുപടി, കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ജഹന്നം. അത് മനുഷ്യൻ വെറുതെ പറയാ. ഒരു ചാൻസ് തരുമോ? ആ ചാൻസ് കൊടുത്താലോ അങ്ങനെ തന്നെ ആയിരിക്കും. അല്ലാഹു തആല പറയാം, വെറുതെ പറയാണ്. അങ്ങനെയാണ് നമ്മളൊക്കെ പറയും, ഒരു ചാൻസും കൂടെ. വെറുതെ അലിവ് തോന്നിയൊരു ചാൻസ് കൊടുത്താൽ അതേ മിസ്റ്റേക്ക് വീണ്ടും ആവർത്തിക്കും. മനുഷ്യൻ അങ്ങനെയാണ്. കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. ഒരു ജന്മം കൂടെ തരുമോ? ഇല്ല, ഒരു ജന്മം ഒന്നേ ഉള്ളൂ. ഒരു ജന്മം കൂടെ തരുമോ റബ്ബേ? ഇല്ല, കഴിഞ്ഞു. അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. ചിന്തിക്കേണ്ടവർക്ക് ചിന്തിക്കാനും അറിയാനും പഠിക്കാനും ഒരുപാട് സമയം, സാഹചര്യം, അറിവും വിവരവും ഞാൻ നൽകിയിരുന്നില്ലേ? അറിവുള്ളവർ പഠിപ്പിച്ചു തന്നില്ലേ? പഠിക്കാനുള്ള സ്ഥാപനങ്ങളും കോളേജുകളും നിങ്ങളുടെ വീട്ടുമുറ്റത്തുണ്ടായിരുന്നില്ലേ? എന്തുകൊണ്ട് പോയി പഠിച്ചില്ല എന്ന് അള്ളാഹു നമ്മളോട് ചോദിക്കുമ്പോൾ, ഓൺലൈനായിട്ട് പഠിക്കാൻ പറ്റും. വെറുതെ നടക്കുമ്പോൾ യൂട്യൂബ് ഓൺ ചെയ്താൽ, ഏതെങ്കിലും ഇൽമിന്റെ വെബ്സൈറ്റുകൾ ഓപ്പൺ ചെയ്താൽ ഈ കിതാബുകള്, സോഫ്റ്റ് കോപ്പികൾ, ഹാർഡ് കോപ്പികളൊക്കെ അല്ലേ? പഠിക്കാമായിരുന്നില്ലേ? വായിക്കാമായിരുന്നില്ലേ? കേൾക്കാമായിരുന്നില്ലേ? നീ എന്തുകൊണ്ട് ചെയ്തില്ല? വജാഅകുമുൻ നദീർ. എൻ്റെ താക്കീതുകാര് വന്നപ്പോ നിങ്ങൾ അവരൊക്കെ കളിയാക്കി പറഞ്ഞല്ലേ? ദുസ്താദുമാർക്ക് അവർക്ക് വയറ് നിറക്കാനുള്ള പരിപാടിയാണെന്ന് പറഞ്ഞല്ലേ? ഇത് വിശുദ്ധ ഗ്രന്ഥമല്ലേ? അവർ പറയുന്നത് ഖുർആനല്ലേ? അവർ പഠിപ്പിക്കുന്നത് ഹദീസുകളായിരുന്നില്ലേ? ആ വചനങ്ങളെ എന്തുകൊണ്ട് നിങ്ങൾ വളരെ ഹീഡ്ലെസ് ആയിട്ട് കേട്ടു? എന്തുകൊണ്ട് ശ്രദ്ധിച്ചു കേട്ടില്ല? എന്തുകൊണ്ട് കേട്ടില്ലെന്ന് അള്ളാഹു നമ്മളോട് ചോദിക്കുന്ന ഒരു നേരം, റബ്ബനാ അൽഹിംനാ ജവാബനാ. അല്ലാഹുവേ, ആ നേരത്ത് ഞങ്ങൾക്ക് മറുപടി പറയാൻ തുണയാകണേ റബ്ബേ. നിന്റെ കോടതിയിൽ നീ ഞങ്ങളെ ശിക്ഷിക്കരുതേ റഹ്മാനെ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുമായിരുന്നു, യാ റസൂലല്ലാഹ്, മന്നൂഖിഷൽ ഹിസാബ ഉദ്ദിബ. ഒരാളെ എങ്ങാനും അല്ലാഹു കണിശമായി ചോദ്യം ചെയ്താൽ കുടുങ്ങിപ്പോകും നബിയേ. എല്ലാവരും കുടുങ്ങിപ്പോകും നബിയേ. നീ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു? സ്കൂളിലേക്കോ മദ്രസയിലേക്കോ നേരം വൈകി വരുന്ന ഒരു വിദ്യാർത്ഥിനിയോട് അധ്യാപകൻ നേരം വൈകാനുള്ള കാരണം ചോദിക്കുന്ന പോലെ അള്ളാഹു അങ്ങാനും നമ്മളൊക്കെ ചെയ്ത തെറ്റുകളോ പറ്റി നമ്മളോട് അതിൻ്റെ കാരണം നിരക്കി റബ്ബ് ചോദ്യം ചെയ്താൽ നമുക്ക് അള്ളാന്റെ കോടതിയിൽ എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും നബിയേ? മന്നൂഖിഷൽ ഹിസാബ ഉദ്ദിബ. അള്ളാഹു കണിശമായി ചോദ്യം ചെയ്താൽ കുടുങ്ങിപ്പോകുമല്ലോ നബിയേ. പരിശുദ്ധ ഹബീബ് ആ നേരമാണ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞത്, ആയിഷ, ഇന്നഹാ അർദുൻ. മുഅ്മിനീങ്ങളായ ആളുകൾക്ക്, അള്ളാഹുവിനെ വഴിപ്പെട്ട് നടന്ന ആളുകൾക്ക് അർദുൻ അള്ളാഹു കാണിച്ചു കൊടുത്ത്, നീ ഇത് ചെയ്തോ, നീ ഇത് ചെയ്തതല്ലേ, നിനക്ക് നിഷേധിക്കാനുണ്ടോ? എൻ്റെ മലക്കുകൾ നീ ചെയ്ത നന്മ എഴുതി വെക്കാതെ പോയോ? നീ ചെയ്യാത്തതിൻ്റെ മലക്കുകൾ നിന്റെ പേരിൽ ചേർത്ത് വെച്ചോ? എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല റബ്ബേ, ഇല്ല റബ്ബേ, ഞാനത് ചെയ്തത് തന്നെയാണ്. പൊയ്ക്കോ, നിനക്ക് ഞാൻ മാപ്പ് തന്നു എന്ന് അള്ളാഹു മുഅ്മിനീങ്ങളോട് പറയുന്നു. ആയിഷ, ആ അറളാണ് റബ്ബിനോട് നമ്മൾ ചോദിക്കുന്നു. അല്ലാഹുമ്മ ജഅൽ ഹിസാബനാ അറളാ.
അങ്ങനെ അള്ളാഹു ഓശാരമായ മാപ്പ് നൽകി അള്ളാഹു പറഞ്ഞയക്കുന്നവരിൽ അള്ളാഹു നമ്മെ പെടുത്തി തരട്ടെ. അള്ളാഹു നമ്മെ പെടുത്തി തരട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ഉസ്താദുമാർ, നമ്മളെ സ്നേഹിക്കുന്നവർ, ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ കൂടെ നിന്നവര്, ദീനിന് വേണ്ടി പണിയെടുക്കുന്നവര്, അള്ളാഹുവിന്റെ മസ്ജിദിന് വേണ്ടി, മദ്രസക്ക് വേണ്ടി, ഇതുപോലെയുള്ള വഫിയ സ്ഥാപനങ്ങൾ, ഇൽമിന്റെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി അള്ളാഹുവെ പ്രവർത്തിക്കുന്ന സഹായിക്കുന്ന മുഴുവൻ ആളുകൾക്കും നാളെ മഹ്ശറയിൽ രക്ഷപ്പെടാൻ ഈ മജ്ലിസ് ഒരു നിമിത്തമാക്കണേ തമ്പുരാനെ. നീ ഞങ്ങളെ അറളുകൊണ്ട് സഹായിക്കണേ റബ്ബേ. അതൊരു ഹിസാബാക്കി മാറ്റരുതേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി തആല അലൈഹി ഒരു രാത്രി മുഴുവൻ അവരുടെ നിസ്കാരങ്ങളിൽ ഓതിയത് ഒരായത്തായിരുന്നുവെന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഹനഫി മദ്ഹബിലെ പ്രഗൽഭനായ പണ്ഡിതൻ ഖാസിം ഇബ്നു മഅ്ന റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്, ഞങ്ങളുടെ മഹാനായ മഹാനായ അബൂ ഹനീഫത്തുൻ നുഅ്മാൻ അൽ ഇമാമുൽ അദം എന്ന് അൽ ഫിഖ്ഹുൽ അക്ബറിന്റെ രചയിതാവ്, കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ ലോകത്ത് രചിച്ച ആദ്യത്തെ മഹാപണ്ഡിതൻ, ഫിഖ്ഹിന്റെ മസ്അലകൾ ലോകത്തിന് സമർപ്പിച്ച ആദ്യത്തെ മദ്ഹബിന്റെ ഉപജ്ഞാതാവ് മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു, ഇമാമു അഹ്ലിർ റഅയ് എന്ന് പറയുന്ന എല്ലാ ആളുകളും വമാ മിൻ ആലിമിൻ ഇല്ലാ ഹുവ അയാലുൻ അലാ അബീ ഹനീഫ, അബൂ ഹനീഫ തങ്ങളോട് കടപ്പാടില്ലാത്ത ഒരു ആലിമുമില്ല, ഒരു ഫഖീഹുമില്ല എന്ന് മഹാന്മാർ പറയുമായിരുന്ന ആ കർമ്മശാസ്ത്ര പണ്ഡിതൻ ഒരു രാത്രി ചെലവഴിച്ചത് ബലിസ്സാഅതു മൗഇദുഹും വസ്സാഅതു അദ്ഹാ വഅമർ എന്ന് പറഞ്ഞ ഒരു ആയത്തിലാണ്. ഒരാളെയും കുറ്റപ്പെടുത്തുകയല്ല, ചെറുതായി കാണുകയുമല്ല. കർമ്മശാസ്ത്രം ഈ ഉമ്മത്തിന്റെ ദീനിന്റെ ഏറ്റവും നെടുന്തൂണായ വിഷയമാണ് കർമ്മശാസ്ത്രം, ഫിഖ്ഹ്. ആ ഫിഖ്ഹ് പഠിക്കുന്നത് ലൂപ്പ് ഹോളുകൾ മനസ്സിലാക്കാനല്ല എന്ന് മനസ്സിലാക്കണം. ഫഖീഹായ ആൾ ഒരു ആബിദാകുന്നത് സോനെ പർ സുഹാഗ എന്ന് പറയാം, സ്വർണത്തിന് മേലുണ്ടാകുന്ന ചമൽക്കാരമാണ്. സാധാരണഗതിയിൽ ഫിഖ്ഹ് പഠിക്കുമ്പോഴേക്കും ഒഴിവ് കഴിവുകളും റുഖ്സകളും മനസ്സിലാക്കി ഇബാദത്ത് കുറഞ്ഞു പോകുന്ന അവസ്ഥകൾ വരാറുണ്ട്. അതുകൊണ്ടാണ് അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുമ്പിൽ മഹാനായ മഅറൂഫുൽ ഖർഖി തങ്ങളെ സംബന്ധിച്ച് ചർച്ച വന്നപ്പോൾ ശിഷ്യന്മാർ 10 ലക്ഷം ഹദീസ് മനപ്പാടമുണ്ടെന്ന് പറയുന്ന ഒരു റിവായത്തിൽ 7 ലക്ഷം എന്ന് പറയുന്ന 50,000 കിലോമീറ്റർ ഹദീസിന്റെ ശേഖരണത്തിന് കാലുകൊണ്ട് നടന്നുപോയ മഹാനായ മുസ്നദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ഹംബലി മദ്ഹബിന്റെ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ലക്ഷക്കണക്കിന് ഹദീസുകൾ മനപ്പാടമുണ്ടായപ്പോൾ ഒരു മുദർരിസ് പോലും അല്ലാതിരുന്ന, ഒരു ഹദീസിന്റെ റാവി പോലും അല്ലാതിരുന്ന, എന്നാൽ ആത്മീയമായ സദസ്സുകൾക്ക് നേതൃത്വം കൊടുത്ത ഈ ഉമ്മത്തിന് തസവുഫിന്റെ മാർഗത്തിലൂടെ തസ്കിയത്തും ആത്മപരിശുദ്ധിയും കൊടുത്ത മഹാനായ മുസ്തജാബു ദഅവയായിരുന്ന ഇറാഖ് കണ്ട, ലോകം കണ്ട പ്രഗൽഭനായ ആലിം മഅറൂഫുൽ ഖർഖി തങ്ങളെ കുറിച്ച് മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ പുകഴ്ത്തി പറഞ്ഞപ്പോ ശിഷ്യന്മാർ ചോദിച്ചുപോയി. ചില ശിഷ്യന്മാർ ഇൽമ് അത് എന്റെ ഉസ്താദ്, എന്റെ ഗുരുനാഥൻ, അതിനപ്പുറം ലോകത്ത് ആർക്കും ഇൽമില്ലെന്ന് പറയുന്ന ആളുകൾ അങ്ങനെയുണ്ട് ചിലര്. ത്വരീഖത്തിന്റെ മശായിഖന്മാരെ സംബന്ധിച്ചുള്ള ചർച്ചകളിൽ ആലിമീങ്ങൾ പറയുന്ന വിഷയങ്ങളുണ്ട്. മഹാനായ സറൂഖ് റഹ്മത്തുള്ളാഹി അലൈഹി മുഹ്തസിബുൽ ഔലിയാഇ വൽ ഉലമാ, അള്ളാഹുവിന്റെ ആലിമീങ്ങളെയും ഔലിയാക്കന്മാരെയും തിരുത്താൻ കഴിവുള്ള മഹാനായിരുന്നു മഹാനായ സറൂഖ് റഹ്മത്തുള്ളാഹി അലൈഹി. സൂഫിയാക്കന്മാരെ, ഔലിയാക്കന്മാരെ തിരുത്തുന്ന ആളുകൾ ഫുഖഹാക്കളെ തിരുത്താറില്ല. ഫുഖഹാക്കളെ തിരുത്തുന്നവർക്ക് സൂഫിയാക്കളെ തിരുത്താനും കഴിയാറില്ല. എന്നാൽ മുഹ്തസിബുൽ ഔലിയാഇ വൽ ഫുഖഹാ, ഫുഖഹാക്കളെയും സൂഫിവര്യന്മാരെയും തിരുത്താൻ കഴിയുന്ന മഹാനായ ശൈഖ് അഹ്മദുർ സറൂഖ് റഹ്മത്തുള്ളാഹി അലൈഹി, ഈ 2 ഗുണഗണങ്ങളും ഇൽമിന്റെ 2 സാഗരങ്ങളും കൈയടക്കി വെച്ച പ്രഗൽഭനായ പണ്ഡിതൻ പറയുകയാണ്, ത്വരീഖത്ത് നല്ലതു തന്നെ, അത് വേണ്ടതു തന്നെ. പക്ഷെ അതിന്റെ ഒരു കുഴപ്പം, അവനവന്റെ ശൈഖാണ് ലോകത്തെ ഖുതുബുൽ അഖ്താബ് എന്ന് ഓരോരുത്തരും പറയാൻ തുടങ്ങും. എന്റെ ശൈഖിനപ്പുറം ഒരു ശൈഖില്ലെന്ന് പറയാൻ തുടങ്ങും. എന്റെ ഉസ്താദല്ലാതെ മറ്റൊരാൾക്കും തഖ്വയില്ലെന്ന് പറയാൻ തുടങ്ങും. ആ ഒരു തതറുഫ് തസൗഫിന്റെ മാർഗത്തിൽ ത്വരീഖത്തിൽ പ്രവേശിക്കുന്നവർക്ക് വരുന്ന അപകടമാണ്. അത് സംഭവിക്കാതെ സൂക്ഷിക്കണമെന്ന് മഹാനായ ശൈഖ് അഹ്മദ് സറൂഖ് റഹ്മത്തുള്ളാഹി അലൈഹി, ആ മഹാന്റെ യോഗ്യതയുള്ള പണ്ഡിതന്മാർ ഈ ഉമ്മത്തിൽ അധികം കഴിഞ്ഞു പോയിട്ടില്ല. അതൊരു വിനയാണ്, നമ്മൾ അറിയണം. മഹാനായ
അബൂ ഹനീഫ തങ്ങളോട് ശിഷ്യന്മാർ പറയുന്നു, ഉസ്താദേ, എന്തിനാ മഅറൂഫുൽ ഖർഹിയെ കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യുന്നത്? ഖലീലുൽ ഇൽമി, അദ്ദേഹം വിജ്ഞാനം വളരെ കുറവുള്ള ആളല്ലേ, നിങ്ങൾ വലിയ കിതാബിയല്ലേ? അങ്ങനെ പറയാ, കിതാബിയാണ്. എന്താ ഇതിനർത്ഥം? എന്താണ് കിതാബ്? ഇതിൽ നഹ്വും സർഫും ബലാഗയും മആനിയും വെച്ച് അർത്ഥം വെക്കലോ? എന്താണ് കർമ്മശാസ്ത്രം? എന്താണ് ഇൽമ്? മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളോട് നിങ്ങളുടെ അത്ര പോലും ഇൽമില്ലാത്ത ഒരു മഹാനെ നിങ്ങൾ ഇത്ര പുകഴ്ത്തേണ്ടതുണ്ടോ, നിങ്ങൾ ഇത്ര കാര്യമാക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു 100 ഹദീസ് പോലും ഒരു പക്ഷേ സനദ് സഹിതം മനപ്പാടമില്ലാതിരുന്ന മഅറൂഫ് തങ്ങളെ കുറിച്ച് ലോക പണ്ഡിതൻ അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ പറഞ്ഞത്, വഹൽ യുറാദു മിനൽ ഇൽമി ഇല്ലാ മാ വസല ഇലൈഹി മഅറൂഫ്. മഹാനായ മഅറൂഫുൽ ഖർഹിക്ക് കിട്ടിയതല്ലാതെ ഇൽമു കൊണ്ട് പിന്നെ എന്താ നമുക്ക് കിട്ടേണ്ടത്? ഒരു ഇൽമു കൊണ്ട് കിട്ടേണ്ടത്, ഒരു ആലിമിന് കിട്ടേണ്ടത് മഅറൂഫുൽ ഖർഹിയുടെ തഖ്വയല്ലേ? നമ്മൾ പറയും മഹാനായ അത്തിപ്പന്റെ ഉസ്താദ്, ചില ത്വരീഖത്തിന്റെ ആളുകൾ മഹാനെ പറ്റി പറയും അത് തബറുക്കിന്റെ ശൈഖാണെന്ന്. നിങ്ങൾക്കറിയുമോ ആരാണ് തർബിയത്തിന്റെ ശൈഖെന്ന്? ആരാ തർബിയത്തിന്റെ ശൈഖെന്ന്? മഹാനായ അത്തിപ്പറ്റ ഉസ്താദിന്റെ ജീവിതത്തിന്റെ പരിശുദ്ധി കണ്ട് മനസ്സിലാക്കിയ ലക്ഷക്കണക്കിന് ആളുകൾ ആ മഹാനുഭാവന്റെ കൂടെ നിന്നത് കണ്ണടച്ച് വിശ്വസിച്ചത് കൊണ്ടല്ല, ആ മഹാന്റെ ജീവിതത്തിന്റെ പരിശുദ്ധി കണ്ടുകൊണ്ടാണ്. ഒരുപക്ഷെ വലിയ വലിയ കിതാബുകൾ ഓതുന്ന ആയിരക്കണക്കിന് ശിഷ്യന്മാർ ആ മഹാൻ ഉണ്ടായില്ലായിരുന്നു. പക്ഷേ വഹൽ യുറാദു മിനൽ ഇൽമി ഇല്ലാ മാ വസല ഇലൈഹി മഅറൂഫ്. മഹാനായ മഅറൂഫുൽ ഖർഹിക്കും മഹാന്മാരായ തസവുഫിന്റെ ആലിമീങ്ങൾക്കും ഹൃദയശുദ്ധിയും അല്ലാഹുവിനെ കുറിച്ചുള്ള സൂക്ഷ്മതയും അതല്ലേ ഇൽമു കൊണ്ട് കിട്ടേണ്ടത്? അതല്ലേ ജമ്മുൽ ജവാമി ഓതിയാൽ കിട്ടേണ്ടത്? അതല്ലേ തുഹ്ഫയും ഫതുഹുൽ മുഈനും ഓതിയാൽ കിട്ടേണ്ടത്? അത് കിട്ടാതെ നമ്മൾ കുറെ മസ്അലകളുടെ ഹലാലും ഹറാമും പഠിച്ചു വെച്ചിട്ട് മാത്രം എന്തു കാര്യമെന്നോർക്കണം. അവിടെയാണ് മഹാനായ ഇമാമുൽ അഅ്ലം എന്ന് ലോകത്തറിയപ്പെടുന്ന അൽ ഇമാമുൽ അഅ്ലം എന്ന് മുത്ലഖൻ പറഞ്ഞാൽ അത് അബൂ ഹനീഫ തങ്ങളാണ്. മഹാനായ അബൂ ഹനീഫ തങ്ങൾ ഒരു രാത്രി നിസ്കരിച്ച നിസ്കാരത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ബലിസ്സാഅതു മൗഇദുഹും വസ്സാഅതു അദ്ഹാ വഅമർ. സൂറത്തുൽ ഖമറിലെ ആയത്താണത്. ഒരു രാത്രിയിൽ മഹാനവറുകളുടെ തഹജ്ജുദ് നിസ്കാരമായിരുന്നുവത്. ഫിഖ്ഹോടുകൂടെ ഇബാദത്ത് വേണമെന്നാണ് സൂചിപ്പിക്കുന്നത്. ഇൽമിന്റെ കൂടെ ഇബാദത്ത് ധാരാളം വേണമെന്നാണ് സൂചിപ്പിക്കുന്നത്. അള്ളാഹു പറയുന്ന എനിക്കും കേൾക്കുന്ന നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അത് പറയാൻ യോഗ്യനായതുകൊണ്ടല്ല, പക്ഷേ ഇതൊരു ഇൽമാണ്. ഇത് പറഞ്ഞു തരുമ്പോൾ എത്രയോ കേൾക്കുന്ന ആളുകൾ പറയുന്ന ആളിനേക്കാളും കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരുണ്ടാകുമല്ലോ. അത് ഹബീബ് പറഞ്ഞ ഹദീസാണ്. അതുകൊണ്ടാണ് പറയുന്നത് ബലിസ്സാഅതു മൗഇദുഹും, ഖിയാമത്ത് നാളിലേക്ക് ഞാൻ അവരെ കാത്തുവെച്ചിരിക്കുകയാണ്. അല്ലാഹു പറയുന്നു വസ്സാഅതു അദ്ഹാ വഅമർ, പരലോകത്തിന്റെ വിഷയം കൈപ്പേറിയതാണ് നബിയെ, അത് ഭയാനകമാണ് നബിയെ, ഞാൻ അവരെ പരലോകത്ത് വെച്ച് കാണുന്നുണ്ട് എന്ന്. ഈ ഭൂമിയിൽ ദുൽമും നായാട്ടും നടത്തുന്ന ആളുകളെ, നിരപരാധികളായ ആളുകളെ കൊന്നൊടുക്കുന്നവരെ ഈ ദുന്യാവിലെ കോടതിയിൽ നീതി വാങ്ങിക്കാൻ കഴിയില്ലെങ്കിൽ ലക്ഷക്കണക്കിന് കൊന്ന കൊലയാളിക്ക് ഒരു വധശിക്ഷയെ ലോകത്ത് നടത്താൻ കഴിയൂ. ന്യൂസിലാൻഡിലെ ആ പള്ളിയിൽ, ക്രൈസ്റ്റ് ചർച്ചിലെ പള്ളിയിൽ ഇബാദത്ത് ചെയ്തിരുന്ന ജുമുഅക്ക് വന്ന മുത്തഖീങ്ങളായ മനുഷ്യരെ വെടിവെച്ചു കൊന്നവനെ ഈ ലോകത്ത് ശിക്ഷ കടക്കാൻ പറ്റുമെങ്കിൽ 50 ആളെ കൊന്നതിന് പകരം അയാളുടെ ഒരു ജീവനെ എടുക്കാൻ പറ്റൂ. എന്നാൽ 4 ജീവന് പകരമതായോ ാനും വെടിവെച്ചു കൊല്ലാനുമുള്ള ശിക്ഷ അത് അല്ലാഹുവിന്റെ കോടതിയിലാണ് നടക്കുന്നത്. കോടിക്കണക്കിന് ആളുകളെ കൊന്ന ഹിറ്റ്ലറിനോ അതുപോലെയുള്ള മുസോളിനിക്കോ ഭീകരന്മാർക്കോ ഈ ലോകത്ത് ശിക്ഷ വാങ്ങിക്കൊടുത്ത ആളുകൾക്ക്, ഈ ഉമ്മത്തിന്റെ മക്കളെ തല്ലിക്കൊന്ന ആളുകൾക്ക് 70 കഴിഞ്ഞാൽ ഇവരും മണ്ണായി പോകാനിരിക്കുന്നവരാ. ആർക്ക് വേണ്ടിയായി മണ്ണ് പിടിച്ചു വെക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് ഈ കോളിളക്കം? ആർക്ക് വേണ്ടിയാണ് ഈ ആർപ്പുവിളികള്? ഞങ്ങൾ മാത്രം മതി, ഇവിടെ ബാക്കിയുള്ളവർ പൊയ്ക്കോ എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾ ചിരഞ്ജീവികളായി ജീവിക്കാൻ പോകുന്നവരാണോ? നിങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ട സമയമല്ലേ ഈ ഭൂമിയിലുള്ളൂ. മനുഷ്യന്റെ ആയുസ് 60-നും 70-നും ഇടയിൽ. അത് കഴിഞ്ഞപ്പുറം കടക്കുന്നവർ വളരെ അള്ളാഹുവിന്റെ കോടതി കാത്തിരിക്കുകയാണ്. മനുഷ്യ കോടതിയിൽ സാധ്യമായ മനുഷ്യന് കളിക്കാം, പക്ഷേ അവിടെ അള്ളാഹുവിന്റെ മലക്കുകളാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അവിടുത്തെ വക്കീലന്മാർ അള്ളാഹുവിന്റെ മാലാഖമാരാണ്. അവിടുത്തെ ജഡ്ജ് ഒരു തവണ ശിക്ഷിക്കാനേ ഇവിടെ കഴിയുമെങ്കിൽ അള്ളാന്റെ കോടതിയിൽ 100 ആളെ കൊന്നവനെ 100 തവണ തൂക്കിലേറ്റാൻ അള്ളാഹുവിന്റെ ജീവിതമുണ്ട്. അത് കഴിഞ്ഞാൽ ഒരു മഹ്ശറയുണ്ട്.
നന്മ ചെയ്തവർക്ക് സ്വർഗമുണ്ട്, തിന്മ ചെയ്തവർക്ക് നരകത്തിന്റെ കത്തിയാളുന്ന അള്ളാന്റെ ശിക്ഷയുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് വിശ്വാസികൾ. മഹാനായ അബൂ ഹനീഫ തങ്ങൾ ഓതിവെച്ച ഒരു രാത്രി മുഴുവൻ ഉറങ്ങാൻ കഴിയാതെ ആബിദായ ഫഖീഹായ മഹാൻ ഒരു തഹജ്ജുദ് നിസ്കാരത്തിൽ ഓതിയ ആയത്താണ് ബലിസ്സാഅതു മൗഇദുഹും വസ്സാഅതു അദ്ഹാ വഅമർ. നബിയേ, അങ്ങയെ ഉപദ്രവിക്കുന്നവരെ, അങ്ങയെ വേദനിപ്പിക്കുന്നവരെ അവരോട് പറയണേ, പരലോകം കാത്തിരിക്കുകയാണ്, പരലോകം കൈപ്പേറിയതാണ്, പരലോകം ഭയാനകമാണ്. അല്ലാഹുവേ, खुदा के रूबरू जिस दिन क़यामत का वफा होगा, उसी दिन बाप बेटे का न बेटा बाप का होगा, न भाई भाई का होगा, न हमशीरा बरादर की, न बीवी अपने शौहर की. वो ऐसा वक़्त होगा ഭായ് ഭായ് സേ ജുദാ ഹോഗാ. ആ നേരത്ത് ഓരോരുത്തരും പരസ്പരം ഓടിമറയുമ്പോൾ അല്ലാഹുവേ, നിന്റെ കരുണയുടെ കടാക്ഷത്തിലായി നിനക്ക് വേണ്ടി ഭൂമിയിൽ ചെയ്ത സുജൂദിന്റെ നിസ്കാരത്തിന്റെ മധുരത്തിന്റെ ബലത്തിലെങ്കിലും നാളെ മഹ്ശറായിൽ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ റബ്ബേ. ഭീകരമായ അദ്ഹാവ അമറായ ആ സാഅത്തിന്റെ അന്ത്യനാളിന്റെ വിപത്തുകളിൽ നിന്ന് അല്ലാഹുവേ സർവ്വ വിശ്വാസി ജനങ്ങൾക്കും മോചനം നൽകണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.